ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വെക്ടർ ആൾജിബ്രയുടെ ഒരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം മക്കളെ, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. റെഡി? അപ്പോൾ അധികം വൈകുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. പൊസിഷൻ വെക്ടർ ഓഫ് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. എ ബി സി ആർ ഗിവൺ ടു ബി എയുടെ പൊസിഷൻ വെക്ടർ ആണ് i+3j+3k. ബിയുടെ പൊസിഷൻ വെക്ടർ 4i+4k ആൻഡ് സിയുടെ പൊസിഷൻ വെക്ടർ -2i+4j+2k. കേട്ടോ, നമുക്ക് കണ്ടുപിടിക്കണം എന്താ? ഫൈൻഡ് എ ബി കണ്ടുപിടിക്കണം, ഫൈൻഡ് എ സി കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. ഓക്കെ, ഫൈൻഡ് എ വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ബി ആൻഡ് എ സി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ്. ഇത്രയും സംഗതി കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എന്താ ഐഡിയ? ഇപ്പൊ എ എന്ന് പറയുന്ന വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ ഇവിടെ ക്ലിയർലി ഗിവൺ ആണ്. ആരാ? i+3j+3k അല്ലേ? അപ്പോ എന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നിങ്ങൾ എന്ത് ചെയ്യുക, i, j, k കമ്പോണൻസിന്റെ സ്കെയിലാർ കോഎഫിഷ്യൻസ് മാത്രം എടുക്കട്ടോ. അവിടെ നോക്കിയേ, ഐന്റെ കമ്പോണന്റ് 1 വരും, ജെയുടേത് 3, കെയുടേത് 3 കേട്ടോ. 1,3,3 കഴിഞ്ഞു. എയുടെ കോർഡിനേറ്റ് കിട്ടി. മക്കളെ ശ്രദ്ധിക്കുക, ബിയുടെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് 4i+4k. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ബിയുടെ എന്ത് കണ്ടുപിടിക്കാം? ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. വേഗം എഴുതിക്കോ. ഐ കോഫിഷ്യന്റ് ഇവിടെ എത്രയാ? 4. അവിടെ ജെയുടെ കമ്പോണന്റ് ഇല്ല കേട്ടോ. അപ്പൊ ജെയുടെ കമ്പോണന്റ് ഇല്ലെങ്കിൽ പേടിക്കേണ്ട, അവിടെ എന്ത് കൊടുക്കുക? 0. റെഡി? ഇനി കെ കമ്പോണന്റ് നോക്കടാ. കെയുടെ എന്തായിരുന്നു? 4k. കോഫിഷ്യന്റ് എത്ര വരുന്നത്? 4. കിട്ടിയോ? ബിയുടെ കോർഡിനേറ്റ്സ് കിട്ടില്ലേ? ഇതുപോലെ സിയുടെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് -2i4j+2k. അപ്പൊ സിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഐ ജെ കെ കമ്പോണൻസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ആരൊക്കെ വരുന്നത്? -2, 4, 2. റെഡി? അപ്പോ എ ബി സി 3 പോയിന്റ്സ് നമുക്ക് കിട്ടി കേട്ടോ. എയുടെ കോർഡിനേറ്റ്സ് കിട്ടി, ബിയുടെ കോർഡിനേറ്റ്സ് കിട്ടി, സിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പം ചെയ്തേ. ഫൈൻഡ് എ ബി. എങ്ങനെ വെക്ടർ എ ബി കണ്ടുപിടിക്കാം? വെക്ടർ എ ബി എന്ന് പറയുമ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ അവസാനിക്കുന്നു. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ അവസാനിക്കുന്നു. അപ്പൊ വെക്ടർ എ ബി എങ്ങനെ കണ്ടുപിടിക്കണം? യെസ്, ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് കൊടുക്കണം, എന്നിട്ട് ഐ ജെ കെ കൊടുക്കാം അല്ലെ. നോക്കടാ, ഫൈനൽ പോയിന്റ് 4, ഇവിടെ 1. 4 - 1 എത്ര കിട്ടും മക്കളെ? 3 ആയി. പ്ലസ് ഇവിടെ ഫൈനൽ പോയിന്റ് ബിയിൽ ഇവിടെ 0 ആണ്, എയുടെ അവിടെ 3 ആണ്. 0 - 3 എത്രയാ? -3 -3j. റെഡി? പ്ലസ് അടുത്തത് ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ്, അതായത് സെറ്റ് കോർഡിനേറ്റ് 4 ആ. എയിൽ എത്രയാ? 3. 4 - 3 എത്ര കിട്ടും? 1k അല്ലേ. ഒന്നുകൂടി വൃത്തിക്ക് എഴുതിയാൽ എത്ര കിട്ടി മക്കളെ? 3i -3j+k. 3i -3j+k. റെഡി? ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ എ സി കണ്ടുപിടിക്കുക? എ സി വെക്ടർ എ സി. വെക്ടർ എ സി എന്ന് പറയുമ്പോൾ എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്നതല്ലേ. അപ്പോൾ സി ആണ് ഫൈനൽ പോയിന്റ് കേട്ടോ. സി മൈനസ് എ ചെയ്യണം. സിയിൽ നോക്കും മക്കളെ, -2 ഏല് 1 അല്ലേ. -2 - 1 എത്ര കിട്ടും? -3 ആയി. റെഡി? -2 - 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -3 ആയി. ഓക്കെ, ഇനി വൈയുടെ കമ്പോണൻസ് നോക്കൂ. കോർഡിനേറ്റ്സ് 4ഉം ഏല് 3ഉം അല്ലേ. 4 - 3 1j. റെഡി? ആൻഡ് ലാസ്റ്റ് സിയില് 2ഉം വരുന്നുണ്ട്, ഏല് 3ഉം ആണ് അല്ലെ. 2 - 3 അഗൈൻ മൈനസ് അല്ലേ, -k. അപ്പോ എ സിയുമായി എ ബിയുമായി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഐ വെക്ടർ എ ബി നമുക്ക് കിട്ടി. വെക്ടർ എ ബി അവിടെ എഴുതുന്നുണ്ട്. വെക്ടർ എ ബി ഈസ് ഈക്വൽ ടു 3i -3j+k. വെക്ടർ എ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? -3i+j-k കേട്ടാ. -3i+j-k. റെഡി അല്ലേ? സബ് ക്വസ്റ്റ്യനിലേക്ക് വാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി. എ ബിയും എ സിയും നമ്മൾ കണ്ടുപിടിച്ചതാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 2 പേർക്കും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. cos θ is equal to 2 വെക്ടേഴ്സ്. ഏതൊക്കെ വെക്ടർ ഇവിടെ? എ ബി എ സി അല്ലേ. എങ്ങനെ എഴുതണം? AB.AC ഡിവൈഡഡ് ബൈ മോഡ് AB മോഡ് AC. ഇതല്ലേ ഇക്വേഷൻ? ഇവിടെ പഠിക്കട്ടോ. AB.AC. എങ്ങനെയാ AB.AC കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് വെക്ടർ എ ബിയും അറിയാം, വെക്ടർ എ സിയും അറിയാം. ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടേ. യെസ്. എങ്ങനെ AB.AC കണ്ടുപിടിക്കുക?
കമ്പോണൻസ് ഇൻറ്റു ചെയ്യുക, ആഡ് ചെയ്യുക കേട്ടോ. 3 ഇൻറ്റു -3 ചെയ്യുമ്പോൾ -9 പ്ലസ് -3 ഇൻറ്റു 1 ചെയ്യുമ്പോൾ അഗൈൻ -3. 1 ഇൻറ്റു -1 ചെയ്യുമ്പോൾ മക്കളെ എത്ര കിട്ടും? +-1 അല്ലേ? ഒന്ന് വൃത്തിക്ക് എഴുതിയേ. -9 പ്ലസ് മൈനസ് മൈനസ് ആണ്, പ്ലസ് മൈനസ് മൈനസ് ആണ്. എത്ര കിട്ടി? -9 -3 -12 -1 ചെയ്താൽ -13 എന്ന് ആൻസർ കിട്ടും. ഏത്? AB.AC കേട്ടോ. ഇതിലൊന്നും ഇനി ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഭംഗിക്ക് വെറുതെ IJK കൊടുക്കരുത്. AB.AC ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കണം? നമ്പർ ആയിരിക്കണം. റെഡി? മോഡ് AB കണ്ടുപിടിച്ച മോഡ് AB എങ്ങനെ മോഡ് AB കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് AB റൂട്ട് ഓഫ് അല്ലേ 3 സ്ക്വയർ 9 -3 ന്റെ സ്ക്വയർ 9 1 ന്റെ സ്ക്വയർ 1 അല്ലേ 9 + 9 + 1 എത്ര കിട്ടും? 19 റൂട്ട് 19 ആണ് മോഡ് AB അല്ലേ. അതുപോലെ മോഡുലസ് ഓഫ് AC റൂട്ട് ഓഫ് -3 യുടെ സ്ക്വയർ 9 1 ന്റെ സ്ക്വയർ 1 -1 ന്റെ സ്ക്വയർ അഗൈൻ 1 എത്ര കിട്ടും? 9 + 1 10 + 1 11 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ cos θ ആൻസർ is equal to AB.AC -13 ഡിവൈഡഡ് ബൈ മോഡ് AB എത്രയാ വരുന്നത്? റൂട്ട് 19. മോഡ് AC എത്രയാ വരുന്നത്? റൂട്ട് 11. ഇത്രയും ചെയ്തില്ലേ? ഇത്രയുള്ള പരിപാടി കേട്ടോ. ഇനി എങ്ങനെ cos θ കണ്ടുപിടിക്കും? cos θ കഴിവാ അല്ലേ? എങ്ങനെ θ കണ്ടുപിടിക്കും മക്കളെ? ഇൻവേഴ്സ് ഫംഗ്ഷൻ എടുക്കുക. θ is equal to cos ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഒഴിവാക്കിയാൽ എല്ലാം പോസിറ്റീവ് ആയേ റൂട്ട് 19 ഇൻറ്റു റൂട്ട് 11 കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പോ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സിന്റെ ഇക്വേഷൻ മറക്കാതെ ഫോളോ ചെയ്യണം കേട്ടോ. യെസ്, ഇനി ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് എ വെക്ടർ which is perpendicular to both AB and AC having magnitude 9 units. ഇത് ഓൾമോസ്റ്റ് 75% വരെ നമുക്ക് ഓക്കെ. രണ്ട് വെക്ടർ തന്നു, എബിയും എസിയും. എബിയും എസിയും തന്നാൽ എബിക്കും എസിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? AB ക്രോസ് AC ചെയ്താൽ മതി അല്ലെ? AB ക്രോസ് AC ചെയ്താൽ മതി. എങ്ങനെ AB ക്രോസ് AC ചെയ്യാ? AB ക്രോസ് AC മക്കളെ ക്രോസ് പ്രൊഡക്റ്റാ. ആൻസർ വരുമ്പോ വെക്ടറാ കിട്ടുക അല്ലെ? ഡിറ്റർമിനൻസ് വെച്ചിട്ട് ചെയ്യണം. റെഡി? ഫസ്റ്റ് റോയിൽ നമ്മൾ ആരെ കൊടുക്കണം? IJK. സെക്കൻഡ് റോയില് ആദ്യത്തെ വെക്ടറായ വെക്ടർ എബിയുടെ കമ്പോണൻസ് കൊടുത്തേ എന്ത് കിട്ടും? 3 -3 1 അല്ലെ? രണ്ടാമത്തെ വെക്ടറാണ് AC, വെക്ടർ ACയുടെ കമ്പോണൻസ് കൊടുത്തോ -3 1 -1. ക്ലിയർ? അപ്പോ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഡിറ്റർമിനന്റ് ശ്രദ്ധിക്കുക. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ശ്രദ്ധിക്കട്ടോ. യെസ്, I വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ -3 1 1 -1 -j വരുന്ന റോയും കോളം ഒഴിവാക്കൂ. 3 1 -3 -1 അല്ലെ? 3 1 -3 -1 പ്ലസ് k വരുന്ന റോയും കോളം ഒഴിവാക്കും മക്കളെ. k വരുന്ന റോയും കോളം ഒഴിവാക്കി എത്ര കിട്ടും? 3 -3 -3 1. ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യാ? ഞാൻ ഇവിടെ എഴുതണ്ടേ. ശ്രദ്ധിക്കുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. -3 × 1 ചെയ്യുമ്പോൾ 3 -1 × 1 ചെയ്യുമ്പോൾ 1 -j ശ്രദ്ധിക്കുക. 3 × -1 -3 -3 × 1 എത്ര കിട്ടും? വീണ്ടും -3 അല്ലേ? പ്ലസ് കെയുടെ കമ്പോണൻസ് 3 × 1 3 -3 ന് മൈനസ് എത്ര കിട്ടും മക്കളെ? 9 കിട്ടും. റെഡി? യെസ്, സോൾവ് ചെയ്തേ. 3 - 1 സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3 - 1 സോൾവ് ചെയ്യുമ്പോൾ 2 ആണ് അല്ലേ? 2i. റെഡി? യെസ്. -3 മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ? -3 + 3 എന്ന് പറയുമ്പോൾ മക്കളെ അവിടെ ക്യാൻസൽ ആയാൽ പിന്നെ അവിടെ ആരുമില്ല, 0 അല്ലേ? 0j എഴുതേണ്ട നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതാം 0j. റെഡി? എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. k × 3 - 9 എത്രയാ? -6k. അപ്പോ AB ക്രോസ് AC നമുക്ക് കിട്ടി. എത്ര കിട്ടി? 2i - 6k. അപ്പൊ ഈ വെക്ടറിന്റെ പ്രത്യേകത എന്താ? AB ക്രോസ് AC എന്ന് പറയുന്ന വെക്ടർ 2i + 0j - 6k വെക്ടർ ABക്കും വെക്ടർ AC ക്കും പെർപെൻഡിക്കുലർ ആണ്.
വെക്ടർ എ ബിക്കും വെക്ടർ എ സിക്കും പെർപെൻഡിക്കുലർ ആണ്. റെഡി? അപ്പോ തീർന്നിട്ടില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പെർപെൻഡിക്കുലർ ആയിരിക്കണം, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എത്ര യൂണിറ്റ്സ് മക്കളെ? 9 യൂണിറ്റ്സ്. മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ്. അപ്പൊ ഞാൻ ഈ വെക്ടറിനെ വെക്ടർ സി എന്ന് കൊടുത്ത പേര് വെക്ടർ സി ഈസ് ഈക്വൽ ടു 2y പ്ലസ് 0j മൈനസ് 6k എന്ന് കൊടുത്തു. 2y പ്ലസ് 0j മൈനസ് 6k. യെസ്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് പെർപെൻഡിക്കുലറാ, പക്ഷേ പെർപെൻഡിക്കുലർ മാത്രമായ പോരാ, മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കണം? 9 യൂണിറ്റ്സ് ആയിരിക്കണം. റെഡി? നിങ്ങൾക്ക് ഈ സി എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ അറിയാലോ? പ്രശ്നമുണ്ടോ? എങ്ങനെ സി ക്യാപ്പ് കണ്ടുപിടിക്കുക? വെക്ടർ സി ബൈ മോഡ് സി അല്ലേ? യെസ്, 2i പ്ലസ് 0j മൈനസ് 6k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്. എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? 2ന്റെ സ്ക്വയർ 4 പ്ലസ് 0 തന്നെ മൈനസ് 6ന്റെ സ്ക്വയർ 36 പ്ലസ് 40 കിട്ടും? റൂട്ട് 40 കിട്ടും. റെഡി? യെസ്. അപ്പൊ 2i പ്ലസ് 0j മൈനസ് 6k ബൈ റൂട്ട് 40 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? പെർപെൻഡിക്കുലർ വെക്ടർ ആണ്, പക്ഷേ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇതും പെർപെൻഡിക്കുലർ ആണ്, കാരണം അതിന്റെ അതേ ഡയറക്ഷൻ അല്ലേ? സിന്റെ അതേ ഡയറക്ഷൻ അല്ലേ മക്കളെ സി ക്യാപ്പ് ഉണ്ടാവുക? അതെ അല്ലെ? നമുക്ക് വേണ്ട വെക്ടർ റിക്വയർഡ് വെക്ടർ നമുക്ക് വേണ്ടത് എത്രയാടാ? മാഗ്നിറ്റ്യൂഡ് 9 ആയിരിക്കണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് 9 യൂണിറ്റ് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? 9 ഇൻറ്റു ഈ സാധനം ചെയ്താൽ പോരെ? 2y പ്ലസ് 0j മൈനസ് 6k ഡിവൈഡഡ് ബൈ റൂട്ട് 40 ചെയ്താൽ ഈ വെക്ടറിന്റെ മൊത്തം മാഗ്നിറ്റ്യൂഡ് എത്ര വരും മക്കളെ? 9 യൂണിറ്റ്സ്. റെഡി? ഓക്കെ, ക്ലിയർ? അപ്പോ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്താൽ 1 2 2 2 4 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോ ഈ കൺസെപ്റ്റ് വിടാതെ പിടിക്കണം. എ ബിയും എ സിയും ക്രോസ് ചെയ്താൽ കിട്ടുന്ന പുതിയ വെക്ടർ എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 3i പ്ലസ് 2j പ്ലസ് 2k, ബി ഈസ് ഈക്വൽ ടു i പ്ലസ് 2j മൈനസ് 2k. എന്താ പ്രൂവ് ചെയ്യണ്ടേ? എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 2 ടൈംസ് എ ക്രോസ് ബി ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ റിലേഷൻ കറക്റ്റ് ആണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. റെഡി? യെസ്. എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ നോക്കടാ, ഞാനേ ഈ റിലേഷൻ ചെക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് നീക്കി ചെയ്താ എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി. ഓക്കെ, യെസ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാലോ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ കിട്ടും? എ ക്രോസ് എ അല്ലെ, പ്ലസ് എ ക്രോസ് ബി അല്ലെ, എന്താ എ ക്രോസ് എ, ദെൻ എ ക്രോസ് ബി മൈനസ് ബി ക്രോസ് എ മൈനസ് ബി ക്രോസ് എ പ്ലസ് പ്ലസ് അല്ല, എഗെയിൻ മൈനസ് തന്നെ കേട്ടോ. 1 പ്ലസ് 1 മൈനസും അല്ലേ? യെസ്, മൈനസ് ബി ക്രോസ് ബി. മൈനസ് ബി ക്രോസ് ചെയ്തു, ദെൻ ലാസ്റ്റ് മൈനസ് ബി ക്രോസ് ബി. ഓക്കെ, എടാ എ ക്രോസ് ബിയുടെ ഇക്വേഷൻ എന്താ? എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ ഇക്വേഷൻ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്നല്ലേ? അല്ലേ? സൈൻ തീറ്റ മീൻസ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് അല്ലേ? അപ്പോ എ ക്രോസ് എഴുതുമ്പോൾ എന്താ ഇക്വേഷൻ വരിക? മോഡ് എ ഇൻറ്റു മോഡ് എ സൈൻ തീറ്റ എൻ ക്യാപ്പ് അല്ലേ? വെക്ടർ എയും ഉണ്ടാക്കുന്ന ആംഗിൾ 0 അല്ലേ? അല്ലേ? ഒരു വെക്ടറും അതിനോട് തന്നെ ഉണ്ടാക്കുന്ന ആംഗിൾ 0 അല്ലേ? സൈൻ 0ന്റെ ആൻസർ എന്താ? സൈൻ 0 വാല്യൂ 0. അപ്പോ എ ക്രോസ് എയുടെ വാല്യൂ മക്കളെ എത്രയാണ്? 0 ആണ്. ഓക്കെ, ബി ക്രോസ് ബിയുടെ വാല്യൂ എത്ര തന്നെയാണ്? ബി ക്രോസ് ബിയുടെ വാല്യൂ എത്രയാണ്? 0. എ ക്രോസ് എയും 0 ആണ്, ബി ക്രോസ് ബിയും 0 ആണ്. ഇനി നമ്മൾ പഠിച്ച ഒരു ഡാറ്റ ഉണ്ടാവല്ലോ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആണോ? എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആണോ? അല്ല, എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. പക്ഷെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എന്ന് പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് ബി എന്തിന് ഈക്വലാ? മൈനസ് ഓഫ് ബി ക്രോസ് എ. അപ്പോ ശ്രദ്ധിക്കുക, എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നെങ്കിൽ, ബി ക്രോസ് എ ആണ് ചെയ്യുന്നെങ്കിൽ ആ വെക്ടർ നിങ്ങളുടെ ബാക്കിലേക്കായിരിക്കും പോവുക കേട്ടോ. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആയിരിക്കും, ഡയറക്ഷൻ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതാണ് മൈനസ് കൊടുക്കുന്നത്. റെഡി? അപ്പോ എ ക്രോസ് എ 0 ആണ്, ബി ക്രോസ് ബി 0 ആണ് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം എടുക്കാലോ. ശ്രദ്ധിച്ചോ, എ ക്രോസ് ബി ഉണ്ട് മൈനസ് ബി ക്രോസ് എ ഉണ്ട്.
ഞാൻ പറഞ്ഞു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ മക്കളെ? എ ക്രോസ് ബി തന്നെ അല്ലേ? എഴുതിക്കോ, എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് ബി. എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് ബി പറയുമ്പോൾ 2 times എ ക്രോസ് ബി. റെഡി അല്ലേ? കണ്ടീഷൻ ഓക്കെ അല്ലേ? കണ്ടീഷൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്തത് കേട്ടോ. ഓക്കെ. അല്ലാതെ എങ്ങനെ പ്രൂവ് ചെയ്യണ്ടേ? എ മൈനസ് ബി കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ലേ? എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഒരുപാട് തവണ നമ്മൾ ചെയ്ത എ മൈനസ് ബി ചെയ്യാൻ. എ പ്ലസ് ബി ചെയ്യാൻ അറിയില്ലേ? കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുക കേട്ടോ. ആ കിട്ടുന്ന രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. റെഡി? ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ ഡിറ്റർമിനന്റ് വരച്ചെടുക്കണം. റെഡി? യെസ്. 2 times എ ക്രോസ് ബി ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എ ക്രോസ് ബി കണ്ടുപിടിക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് ആൻസറും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. റെഡി? ഓക്കെ. ഇത് മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടും പെട്ടെന്ന് ആളുകൾക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ സോൾവ് ചെയ്തത് കേട്ടോ. പഠിക്കേണ്ട കാര്യം എ ക്രോസ് എയും ബി ക്രോസ് ബിയും എന്താണ്? 0 ആണ്. എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബി എന്തിന് ഈക്വൽ ആണ്? മൈനസ് ബി ക്രോസ് എക്ക് ഈക്വൽ ആണ്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇഫ് 2 vectors എ ആൻഡ് ബി സച്ച് ദാറ്റ് മോഡ് എ തന്നിട്ടുണ്ട്, മോഡ് ബി തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി തന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് കൺസെപ്റ്റുകൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിയേ, എ ഡോട്ട് ബി നമുക്കറിയാം. എ ഡോട്ട് ബി എന്താ ഇക്വേഷൻ? മോഡ് എ മോഡ് ബി കോസ് തീറ്റ. മോഡ് എ മോഡ് ബി കോസ് തീറ്റ. റെഡി? ഇവിടെ ശ്രദ്ധിക്കാം. നമ്മള് എ ഡോട്ട് എ ആണ് എടുക്കുന്നെങ്കിൽ, എ ഡോട്ട് എ ആണ് എടുക്കുന്നെങ്കിൽ എങ്ങനെ എന്റെ ഇക്വേഷൻ വരിക? മോഡ് എ അഗെയിൻ ബി ഇല്ല, അവിടെ ആരാ ഉള്ളത്? എ അല്ലേ? മോഡ് എ കോസ് എന്തായിരിക്കും മക്കളെ ആംഗിൾ? തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലേ, എയും ആ വെക്ടർ എയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 0 അല്ലേ? കോസ് 0. എത്രയാണ് കോസ് 0ന്റെ വാല്യൂ? കോസ് 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ മോഡ് എ ഇൻറ്റു മോഡ് എ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മോഡ് എ ഇൻറ്റു മോഡ് എ എന്ന് പറഞ്ഞാൽ മോഡ് എ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എ ഡോട്ട് എ ചെയ്താൽ ആൻസർ എന്താ? മോഡ് എ ഹോൾ സ്ക്വയർ. ഇത് ഓക്കെ ആണോ? എ ഡോട്ട് എ ചെയ്താൽ മോഡ് എ ഹോൾ സ്ക്വയർ എങ്കിൽ ഇതെന്ത് വരും? എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി ചെയ്താൽ ആൻസർ എന്താ വരിക? സി, എ ഡോട്ട് ചെയ്താൽ മോഡ് എന്റെ ഹോൾ സ്ക്വയർ. ഇവിടെ എ പ്ലസ് ബിയും ഡോട്ട് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്ത് വരും മക്കളെ? മോഡുലസ് ഓഫ് എ പ്ലസ് ബിന്റെ ഹോൾ സ്ക്വയർ. മോഡുലസ് ഓഫ് എ പ്ലസ് ബിന്റെ ഹോൾ സ്ക്വയർ. ഇപ്പൊ 3 ആൾക്കാരുണ്ടെങ്കിലോ എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിലോ സെയിം ഐഡിയ അല്ലെ? എ പ്ലസ് ബി പ്ലസ് ബി സോറി എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിൽ മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. റെഡി? അപ്പോ ഇത്രയും സംഗതി ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെയുള്ള റിലേഷൻസ് പ്രൂവ് ചെയ്യാൻ നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. റെഡി? ഓക്കെ. ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് എന്തായാലും ഫൈൻഡ് മോഡുലസ് ഓഫ് എ മൈനസ് ബി അല്ലേ? ശ്രദ്ധിക്കുക. എ മൈനസ് ബി മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ത് വരും? തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത റിലേഷൻസ് പ്രകാരം മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിനെ എങ്ങനെ മാറ്റി എഴുതാം? എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന് മാറ്റി എഴുതാം. എഴുതിക്കോട്ടെ, എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി. ഓക്കെ മക്കളെ, ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യണ്ടേ? ഇവിടെ നോക്കിക്കോ. എ ഡോട്ട് എ അല്ലേ? എ ഡോട്ട് ബി മൈനസ് ബി ഡോട്ട് എ, മൈനസും മൈനസും പ്ലസ് ബി ഡോട്ട് ബി അല്ലേ? എങ്ങനെ എഴുതും? എ ഡോട്ട് എ, എ ഡോട്ട് എ, ദെൻ പ്ലസും മൈനസ് ഉണ്ട്, മൈനസ് എ ഡോട്ട് ബി. ഓക്കെ, നൗ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ബി മൈനസ് അല്ല ഇവിടെ, മൈനസ് ബി ഡോട്ട് എ. ശ്രദ്ധിക്കോ, മൈനസ് ബി മൈനസ് ബി, രണ്ട് മൈനസ് വന്നാൽ പ്ലസ് കേട്ടോ, ബി ഡോട്ട് ബി. റെഡി? യെസ്. എ ഡോട്ട് എനെ പറ്റി ഇപ്പൊ പറഞ്ഞു. എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡ് എ ഹോൾ സ്ക്വയർ ആണ്. എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡ് എ ഹോൾ സ്ക്വയർ ആണ്. മക്കളെ, എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എന്ന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ? പക്ഷെ ഡോട്ട് പ്രോഡക്റ്റിന് ആ പ്രശ്നമുണ്ടോ? എ ഡോട്ട് ബി ചെയ്താലും ബി ഡോട്ട് എ ചെയ്താലും രണ്ടും സെയിം ആണ്. അപ്പോ മൈനസ് ഓഫ് എ ഡോട്ട് ബി മൈനസ് ഓഫ് ബി ഡോട്ട് എ എന്നാൽ മൈനസ് ഓഫ് 2 ടൈംസ് എ ഡോട്ട് ബി. അതിൽ വേറെ തർക്കമില്ല കേട്ടോ. ഓക്കെ, യെസ്. ബി ഡോട്ട് ബി എങ്ങനെ മാറ്റി എഴുതും? മോഡ് ബി ഹോൾ സ്ക്വയർ, മോഡ് ബി ഹോൾ സ്ക്വയർ. എല്ലാ സംഗതിയും കയ്യിലുണ്ട്. മോഡ് എ കയ്യിലുണ്ട്, കൊടുത്തോ. മോഡ് എ എന്ന് പറയുന്നത് 2 ആണ്. 2 സ്ക്വയർ 4 മൈനസ്
2 into a dot b given ആണ് 4 2 into 8 plus mod b whole square എത്ര കിട്ടും? yes 3 square 9. റെഡി? അപ്പൊ എത്ര കിട്ടിയടാ? 4 minus 16 plus 9. റെഡി? ഓക്കെ? യെസ് 2 into 8 വരില്ല അല്ലേ? 2 into 4 അല്ലേ വരുള്ളൂ? 2 into 4 സോറി. ഓക്കെ, അപ്പൊ 4 minus 8 plus 9. റെഡി? അപ്പൊ എത്ര കിട്ടും? 4 minus 8 minus 4 minus 4 plus 9 ചെയ്യുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 5 എന്ന് കിട്ടി അല്ലേ? അപ്പൊ മോഡുലസ് ഓഫ് a minus b whole square നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. മോഡുലസ് ഓഫ് a minus b whole square 5. അപ്പൊ മോഡ് a minus b എത്രയാ? മോഡ് a minus b is equal to റൂട്ട് എടുക്കുക √5. എന്തായാലും നെഗറ്റീവ് വാല്യൂ എടുക്കണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് റിലേഷൻസ് പറഞ്ഞിരുന്നു, അതെന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നോട്ട് ചെയ്യണം. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ വെക്ടർ a is equal to I plus j plus 3k and b is equal to I plus 4j minus k. രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ അല്ലേ കണ്ടുപിടിക്കണ്ടേ? പ്രൊജക്ഷൻ ഓഫ് a on b. എങ്ങനെ കണ്ടുപിടിക്കാം പ്രൊജക്ഷൻ ഓഫ് a on b? ഇക്വേഷൻ ഓർമ്മയുണ്ടോ? പ്രൊജക്ഷൻ ഓഫ് വെക്ടർ a on വെക്ടർ b. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? a dot b divided by mod b. റെഡി? a dot b divided by mod b. ക്ലിയർ? അപ്പോ എയും അറിയാം ബിയും അറിയാം. a dot b കണ്ടുപിടിച്ചേ. കമ്പോണൻസ് ഇൻറ്റു ചെയ്യുക. 1 into 1 1. അഗൈൻ j കോഫിഷ്യന്റ് നോക്ക്. 1 4 1 into 4 4. k യുടെ കോഫിഷ്യന്റിലേക്ക് വാ. 3 -1 3 into -1 -3 by mod b. റെഡി? എടാ 1 plus 4 5 5 minus 3 നമുക്ക് അവിടെ 2 എന്ന് കിട്ടും. mod b എത്ര കിട്ടും മക്കളെ? റൂട്ട് ഓഫ് 1 square 1 4 സ്ക്വയർ 16 അഗൈൻ -1 സ്ക്വയർ 1 അല്ലേ? എത്ര കിട്ടി? 1 plus 4 5 5 minus 3 2 by √18 എന്ന് കിട്ടും. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് a on b കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് a on b കണ്ടുപിടിക്കാൻ a dot b by mod b. ക്ലിയർ അല്ലേ? a dot b കണ്ടുപിടിക്കുന്ന നോക്കിയല്ലേ? 1 4 -3 1 plus 4 5 5 minus 3 2 താഴെ mod b റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 4 സ്ക്വയർ 16 -1 സ്ക്വയർ 1. റെഡി? 2 by √18. ക്ലിയർ? യെസ്. ഇപ്പൊ പ്രൊജക്ഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പ്രൊജക്ഷൻ ഒക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആ ഇക്വേഷനിൽ കൊടുക്കുക, മാർക്ക് വാങ്ങുക, വീട്ടിൽ പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വെക്ടർ b if a is perpendicular to c. a is perpendicular to c. ഇത് വെക്ടർ a, ഇത് വെക്ടർ c. പെർപെൻഡിക്കുലർ ആണ്. യെസ്. then the projection of a on c. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാ. എടാ ഇതിങ്ങനെ കുത്തനെ പോയിക്കൊണ്ടിരിക്കല്ലേ അല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിനെങ്ങനെ മുകളിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ഡോട്ട് പോലെ കാണുള്ളൂ അല്ലേ? അപ്പൊ അവിടെ പ്രൊജക്ഷൻ എത്രയാ? 0. പ്രൊജക്ഷൻ എത്രയാ? 0. ആ ഐഡിയ അറിയുന്ന മക്കളാണെങ്കിൽ ഉടനടി 0 എന്ന് എഴുതാം കേട്ടോ. ഇനി ആ ഐഡിയ കിട്ടിയില്ലെന്ന് വെക്കാം, എന്നാലും പ്രശ്നമില്ല, നിങ്ങൾ ഇക്വേഷനിൽ കൊടുത്താലും ആൻസർ കിട്ടും. ഇവിടെ നോക്കിക്കോ. പ്രൊജക്ഷൻ ഓഫ് a on c എന്ന് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? a dot c divided by mod c അല്ലേ? എടാ സിൻസ് ദേ ആർ പെർപെൻഡിക്കുലർ, എയും സിയും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 by mod c ചെയ്താൽ എന്തൊക്കെ ചെയ്താലും ആൻസർ എന്താ? 0 കേട്ടോ. അപ്പോ ആ ഐഡിയ കയ്യിലില്ല എങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ കൊടുത്താലും മതി, ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, write a vector d such that projection of a on d ആയിരിക്കും കേട്ടോ. projection of a on d is equal to mod e. നമുക്ക് d എന്ന് പറയുന്ന ഒരു വെക്ടർ കണ്ടുപിടിക്കണം. such that projection of a on d എത്രയാണ്? projection of a on d എത്രയാണ്? yes, mod e ആണ്. ഇത് വെക്ടർ d, ഇത് വെക്ടർ a അല്ലേ? പ്രൊജക്ഷന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? നമ്മള് ഇപ്പൊ ഈ വെക്ടർ ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്, ആംഗിൾ തീറ്റയല്ലേ ഇരിക്കുന്നത് അല്ലേ? ഈ വെക്ടറിന്റെ 2 പോയിന്റ് നമ്മൾ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്താലേ നമുക്ക് വെക്ടർ ഡിയുടെ മുകളിൽ ഇത്രയും ലെങ്ത് അല്ലേ പ്രൊജക്റ്റ് ആയി കിട്ടുന്നത് അല്ലേ? ഈ നീല വരയിൽ പഠിച്ചില്ല, ഈ ലെങ്ത് കണ്ടുപിടിക്കുക. ഈ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. റെഡി? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടല്ലേ? ഇങ്ങനെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ പ്രൊജക്ഷന്റെ ലെങ്ത്, ഈ ലെങ്ത് എന്തിന് ഈക്വൽ ആയിരിക്കണം?
എ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കണം. എ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കണം. അതായത് വെക്ടർ എയുടെ നീളം എത്രയാണോ അത്രയും നീളം തന്നെ നമുക്ക് പ്രൊജക്ഷൻ ആയിട്ട് കിട്ടണം. എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ അത് അറേഞ്ച് ചെയ്യണ്ടേ? ഇവിടെ നോക്കി, ഇത് ചെരിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊജക്ഷൻ എന്തായിരിക്കും? ഒബ്വിയസ്ലി ചെറുതായിരിക്കും അല്ലേ? കുത്തനെ വെക്കുന്ന സമയത്തോ നമുക്ക് പ്രൊജക്ഷനേ ഉണ്ടാവില്ല, 0 ആയിരിക്കും അല്ലേ? നേരെ മറിച്ച് മക്കൾ എവിടെ നോക്കടാ, ഇത് വെക്ടർ ഡി, ഇത് വെക്ടർ എ. പാരലായിട്ട് വരച്ചു കേട്ടോ. പാരലായിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് നോക്കിയേ എത്രയാണ് നിങ്ങൾക്ക് പ്രൊജക്ഷൻ കിട്ടുക? വെക്ടർ എയുടെ ലെങ്ത് എത്രയാണോ അത്രയും തന്നെയല്ലേ നിങ്ങൾക്ക് പ്രൊജക്ഷൻ ആയിട്ട് കിട്ടുന്നത് അല്ലേ? വെക്ടർ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് മോഡ് എ അല്ലേ? മോഡ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അതേ ലെങ്ത് അല്ലേ നമുക്ക് എവിടെയും കിട്ടുക പ്രൊജക്ഷൻ ആയിട്ട് അല്ലേ? ഇത് ഇങ്ങനെ കിട്ടണമെങ്കിൽ വെക്ടർ എയും വെക്ടർ ഡിയും എന്തായിരിക്കണം? പാരലൽ വെക്ടേഴ്സ് ആയിരിക്കണം കേട്ടോ. അപ്പൊ റൈറ്റ് എ വെക്ടർ ഡി സച്ച് ദാറ്റ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ഡി ഈസ് ഈക്വൽ ടു മോഡ് എ എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന വെക്ടർ ഏത് വെക്ടറും ആവാം, പക്ഷേ ഇറ്റ് ഷുഡ് ബി പാരലൽ ടു വെക്ടർ എ. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വെക്ടർ ഡി ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എ. കാരണം എന്താ? എ എന്ന് പറയുന്ന വെക്ടറിന്റെ കൂടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പുതിയ വെക്ടർ എന്തായിരിക്കും? വെക്ടർ എക്ക് പാരലൽ ആയിരിക്കും കേട്ടോ. ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ക്ലിയർ? യെസ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഐഡിയാസ് ഒക്കെ അറിയാമെങ്കിൽ എളുപ്പം ആൻസർ ചെയ്താമായിരുന്നു. റെഡി? യെസ്. ശ്രദ്ധിക്കാം. ഇൻ ദി ഫിഗർ എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ഇഫ് വെക്ടർ എ ബി തന്നിട്ടുണ്ട് 3i - j + 2k, വെക്ടർ എ ഡി തന്നിട്ടുണ്ട് i + j + 2k. ഫൈൻഡ് എ സി കണ്ടുപിടിക്കണം, ഫൈൻഡ് ഡി ബി കണ്ടുപിടിക്കണം കേട്ടോ. ഞാൻ ആദ്യം പാരലോഗ്രാം എന്ന് വരക്കാം. സാധാരണ പാരലോഗ്രാം കാണുമ്പോൾ എളുപ്പമെന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെയല്ല, ഏരിയ കണ്ടുപിടിച്ചതിന് പെട്ടെന്ന് പോകാലോ അല്ലേ? ഇവിടെ ഏരിയ അല്ല കണ്ടുപിടിക്കണ്ട കേട്ടോ. എ ബി സി ഡി എപ്പോഴും അങ്ങനെ കൊടുക്കാം കേട്ടോ, സൈക്കിളായിട്ട് കൊടുക്കാം. എ ഇവിടെ കൊടുത്താൽ ബി സി ഡി, അല്ലെങ്കിൽ എ ഇവിടെ കൊടുത്താൽ ബി സി ഡി, ഇങ്ങനെ പോകും. എ ഇവിടെ ബി ഇവിടെ ചറപറ കൊടുക്കരുത്. റെഡി? യെസ്. അപ്പൊ വെക്ടർ എ ബി നമുക്ക് തന്നിട്ടുണ്ട്. വെക്ടർ എ ബി എത്രയാ? 3i - j + 2k. റെഡി? വെക്ടർ എ ഡിയോ? വെക്ടർ എ ഡി ഇതാ എയിൽ നിന്ന് ഡിയിലേക്ക് ഡയറക്ഷൻ കറക്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിയിൽ അവസാനിക്കും കണ്ടോ. ഞാൻ ആരോ മാർക്ക് കൊടുത്തോ, ഡിയിലേക്കാണ് ആരോ മാർക്ക് കൊടുത്തത്. ഇത് എത്രയാ? i + j + 2k. i + j + 2k. ഫൈൻഡ് എ സി ആകുമ്പോൾ എയിൽ നിന്ന് സിയിലേക്ക്. റെഡി? അപ്പോ വെക്ടർ അഡിഷൻ, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, മാത്സിൽ ചെറുതായിട്ട് തലോടി പോയിട്ടുണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പൊ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ, രണ്ട് വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആണ് കിടക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക, റിസൾട്ടന്റ് വെക്ടർ ഷുഡ് ബി ദ സം ഓഫ് ദി അഡ്ജസന്റ് വെക്ടേഴ്സ് അല്ലേ? അതായത് വെക്ടർ എ ബിയും വെക്ടർ എ ഡിയും കൂട്ടിയാൽ നമുക്ക് അതിന്റെ റിസൾട്ടന്റ് വെക്ടർ കിട്ടും. റിസൾട്ടന്റ് ആണ് നടുവ് കൂടെ പാസ് ചെയ്യുന്ന വെക്ടർ. റെഡി? യെസ്. അപ്പോ എ സി കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യാനല്ല, വെക്ടർ എ ബിയും വെക്ടർ എ ഡിയും ആഡ് ചെയ്യാം കേട്ടോ. വെക്ടർ എ ബി 3i - j + 2k, വെക്ടർ എ ഡി i + j + 2k. അപ്പൊ എങ്ങനെ വെക്ടർ എ സി കണ്ടുപിടിക്കാൻ? രണ്ടും ആഡ് ചെയ്തേ. 3യും ഇവിടെ 1ഉം 3 + 1 4i അല്ലേ? -1ഉം -1ഉം 1ഉം ആണ്. ആഡ് ചെയ്യുമ്പോൾ 0j. റെഡി? 2kയും അവിടെ 2kയും ആഡ് ചെയ്യുമ്പോൾ 3 4k. ഇതാണ് വെക്ടർ എ സി. റെഡി? സിമ്പിൾ ആയിരുന്നു, സിമ്പിൾ കൺസെപ്റ്റ് കേട്ടോ, വെക്ടർ എ സി. ഓക്കെ? യെസ്. ഇനി ഡി ബി കണ്ടുപിടിക്കണം. ഡി ബി ഞാൻ ഇത് കുറച്ച് മായ്ക്കുന്നുണ്ടേ. യെസ്. ഡി ബി എന്ന് പറയുമ്പോൾ ഡിയിൽ നിന്ന് ബിയിലേക്ക്, ഇതാണ് വെക്ടർ. ഡിയിൽ നിന്ന് ബിയിലേക്ക്. ഇത് അടുത്ത ലോ ഓഫ് വെക്ടർ അഡിഷൻ അല്ലേ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇതായിരുന്നു കുറച്ചും കൂടി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് അല്ലേ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ് ഫിസിക്സിൽ ധാരാളമായിട്ട് എടുക്കാറുള്ളത്. അപ്പൊ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ എന്താ പറഞ്ഞിട്ടല്ലേ? വെക്ടേഴ്സ് എല്ലാം ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആയിട്ട് വരികയാണെങ്കിൽ അല്ലേ, 2 സൈഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? മൂന്നാമത്തെ സൈഡ് ക്ലോസിംഗ് സൈഡ് കിട്ടണം അല്ലേ? അപ്പൊ നമുക്ക് ഏതെങ്കിലും 2 വെക്ടേഴ്സ് ആഡ് ചെയ്താൽ മതിയോ? അവിടെ റൂൾ ഉണ്ട്. എന്താ റൂള്? ഒരു വെക്ടറിന്റെ ടെയില് മറ്റൊരു വെക്ടറിന്റെ ഹെഡുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ നോക്കണം. എന്താ ഹെഡും ടെയിലും? തലയും വാലും എന്താ നോക്കിയേ. ഈ വെക്ടർ ഇങ്ങനെ പോകുന്ന സമയത്ത് മക്കളെ ഇതിനെ വിളിക്കുന്ന പേരാണ് ടെയില്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് അല്ലേ? അപ്പോ 2 വെക്ടേഴ്സ് നിങ്ങൾ എടുത്തു നോക്കാം. 2 വെക്ടേഴ്സിന്റെ ടെയിലും അടുത്ത വെക്ടറിന്റെ ഹെഡും കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് രണ്ടും ആഡ് ചെയ്താൽ മൂന്നാമത്തെ വെക്ടർ കിട്ടും കേട്ടോ. അപ്പൊ ഞാനേ ശ്രദ്ധിക്കാം. ഞാൻ എടുക്കുന്നത് എ ബിയും ഡി ബി ആണെന്ന് വിചാരിച്ചു. പി പോയിന്റ് എടുക്കുന്ന സമയത്ത് നോക്കടാ,
ഇവിടെ വെക്റ്റർ എ ബിന്റെ ഹെഡ് ഇങ്ങോട്ടേക്ക് വരുന്നു, വെക്റ്റർ ഡി ബിന്റെ ഹെഡ് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ആ രണ്ട് വെക്ടേഴ്സ് അല്ല എടുക്കേണ്ടത്, ടെയിലും ഹെഡും ആണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അതല്ലല്ലോ, യെസ്. ഇനി ഇതാണ് എടുക്കുന്നെങ്കിലോ എ ഡിയും എ ബിയും ആണ് എടുക്കണ്ടേ. നോക്കടാ, എ ഡി എന്ന് പറയുമ്പോൾ വെക്റ്റർ എ, അതിന്റെ എ എന്ന് പറയുന്ന ആൾ അതിന്റെ ടെയിലാ. വെക്റ്റർ എ ബി കൺസിഡർ ചെയ്യുമ്പോൾ അഗൈൻ എ അതിന്റെ ടെയിലാ. ഇവിടെ രണ്ട് ടെയിലാ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? അതുമല്ല നമ്മുടെ കണ്ടീഷൻ. നമ്മുടെ കണ്ടീഷൻ എന്താ? ഒരു ഹെഡും ഒരു ടെയിലും. മക്കളെ നോക്കടാ, ഇവിടെ വെക്റ്റർ എ ഡിയും വെക്റ്റർ ഡി ബിയും ശ്രദ്ധിച്ചേ. വെക്റ്റർ എ ഡിയുടെ ഹെഡാണ് മക്കളെ ഈ പോയിന്റ് ഡി അല്ലെ? വെക്റ്റർ ഡി ബി എടുക്കുമ്പോൾ അതിന്റെ ടെയിലാണ് മക്കളെ ഏത് പോയിന്റ് ഡി. ടെയിലും ഹെഡും കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും ആഡ് ചെയ്താൽ മൂന്നാമത്തെ വെക്ടർ കിട്ടും. അപ്പോ എ ഡി പ്ലസ് ഡി ബി ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? എ ബി കിട്ടും. നമുക്ക് ആരെ കണ്ടുപിടിക്കുന്ന? ഡി ബി അല്ലേ? ഇപ്പൊ ഡി ബി ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? എ ബി മൈനസ് എ ഡി. എ ബിയിൽ നിന്ന് എ ഡിനെ കുറയ്ക്കാം. എ ബി 3i മൈനസ് j പ്ലസ് 2k, എ ഡി 1 2, കുറച്ചാൽ എത്ര കിട്ടും? 3ഉം 1ഉം ആണ്, കുറച്ചാല് 2i അല്ലെ? -1ഉം ഇവിടെ 1ഉം ആണ്, -1 മൈനസ് എത്ര കിട്ടും? -2j. യെസ്, 2ഉം 2ഉം കുറച്ചാൽ മക്കളെ അവിടെ 0 കേട്ടോ. ഇതാണ് വെക്റ്റർ ഡി ബി. ഓക്കെ ആണോ? വെക്റ്റർ ഡി ബി കണ്ടുപിടിക്കുന്ന ഓക്കെ ആണോ? അപ്പൊ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷനും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനും രണ്ടും നമ്മൾ എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു കേട്ടോ. ഓക്കെ, അങ്ങനെ ചോദിച്ചു കാണാറില്ല, 1-2 തവണ മാത്രമേ ചോദിച്ചുള്ളൂ. ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആയിരിക്കും കേട്ടോ, ഓൺ അല്ല ആൻഡ് ആയിരിക്കേ. ഇഫ് എ ആൻഡ് ബി ആർ അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എനി പാരലലോഗ്രാം, സി ആൻഡ് ഡി ആർ ഇറ്റ്സ് ഡയഗണൽസ്, സിയും ഡിയും അതിന്റെ ഡയഗണൽസ് ആണ്. ഷോ ദാറ്റ് മോഡുലസ് ഓഫ് സി ക്രോസ് ഡി ഈസ് ഈക്വൽ ടു 2 ടൈംസ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ശ്രദ്ധിക്കണേ. യെസ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഗതി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എ മൈനസ് ബി ക്രോസ് എ പ്ലസ് ബി ചെയ്താൽ മക്കളെ 2 ടൈംസ് എ ക്രോസ് ബി ആണ്. അപ്പൊ എങ്ങനെ ഇതൊക്കെ ഇതിലേക്ക് കൊണ്ടുവരും നോക്കിക്കോട്ടോ. ഇവിടെ നോക്കിക്കോ, ഞാൻ ഒരു പാരലലോഗ്രാം എടുത്തു. പാരലലോഗ്രാം റെഡി? അതിൽ എയും ബിയും അഡ്ജസന്റ് സൈഡ്സ് ആണല്ലോ. അപ്പൊ ഞാൻ മാർക്ക് ചെയ്തേ, ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി. റെഡി? എ ആൻഡ് ബി ആർ അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എനി പാരലലോഗ്രാം കൊടുത്തു. ഇനി സിയും ഡിയും ഡയഗണൽസ് അല്ലേ? സി ഒരു ഡയഗണൽ ഞാൻ വരച്ചു, സി, ഇത് സി. അടുത്ത ഡയഗണൽ വരച്ചു, ഇത് ഡി. റെഡി? യെസ്. ഇനി പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? പാരലലോഗ്രാമിന്റെ പ്രത്യേകത, നമ്മള് ഈ മീറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഈ മീറ്റിംഗ് പോയിന്റ് ക്ലിയർ? സി ക്രോസ് ഡി മീറ്റിംഗ് പോയിന്റ് ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അത് ബൈസെക്ട് ചെയ്ത് വരും അല്ലേ? യെസ്. സി എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ? സി എന്ന് പറയുന്ന വെക്ടറിനെ എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നോക്കിക്കേ, ഇത് സി ആണെങ്കിൽ മക്കളെ ഇതും വെക്ടർ എ തന്നെ അല്ലേ? അല്ലേ? എന്താ ഈ ട്രയാങ്കിൾ നോക്കടാ, വെക്ടർ ബി, വെക്ടർ എ, വെക്ടർ സി. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ പ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബിന്റെ ഹെഡും എന്റെ ടെയിലും കോയിൻസൈഡ് ചെയ്യുന്ന എവിടെയാ? ഒരേ പോയിന്റിലല്ലേ? അപ്പൊ നമുക്ക് എ പ്ലസ് ബി ചെയ്യുമ്പോൾ മക്കളെ ആരെ കിട്ടും? വെക്ടർ സീനെ കിട്ടും. എ പ്ലസ് ബി ചെയ്യുമ്പോൾ ആരെ കിട്ടും? വെക്ടർ സീനെ കിട്ടും. റെഡി അല്ലേ? യെസ്. ഇനി ഡീനെ കിട്ടാൻ എന്തേ മാർഗം ഉണ്ടോ? ഡീനെ കിട്ടാൻ എന്തേ മാർഗം ഉണ്ടോ? ഞാൻ ആ ട്രയാങ്കിൾ എടുക്കാണേ. കാണുന്നുണ്ടോ? വെക്ടർ ബി, വെക്ടർ എ, ഇത് വെക്ടർ ബി. റെഡി? നോക്കിയേ, ഇതേപോലെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ നമുക്ക് എവിടെ കൊടുക്കാം? ഇവിടെ കൊടുക്കാം അല്ലെ? വെക്ടർ ബിന്റെ ഹെഡും വെക്ടർ ഡിന്റെ ടെയിലും കൺവേർജ് ചെയ്യുന്ന ഒരേ പോയിന്റിലാ അല്ലെ? അപ്പോ ബിയും ഡിയും കൂട്ടിയാൽ മക്കളെ നമുക്ക് ആരെ കിട്ടും? വെക്ടർ എനെ കിട്ടും. ബിയും ഡിയും കൂട്ടിയാൽ ആരെ കിട്ടും? വെക്ടർ എനെ കിട്ടും. അപ്പൊ മക്കളെ അവിടുന്ന് ഡി പറഞ്ഞേ, ഡി എത്രയാടാ? എ മൈനസ് ബി. ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. കേട്ടോ? ക്ലിയർ? അപ്പോ സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബിയും ഡി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിയും. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാലോ. ഞാൻ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നുണ്ട്. യെസ്, ശ്രദ്ധിക്കുക, നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സി ക്രോസ് ഡി. സി ക്രോസ് ഡി എങ്ങനെ സി ക്രോസ് ഡി കണ്ടുപിടിക്കാം? നോക്കിയേ, സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി, സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി അല്ലെ? ക്രോസ് ഡി എന്ന് പറഞ്ഞാൽ മക്കളെ, ഡി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി അല്ലെ? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി. എന്താ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി? എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്താ?
2 times A cross B. എത്രയാണ്? 2 times A cross B. ഓക്കെ, അത് തന്നെയല്ലേ പ്രൂവ് ചെയ്യണ്ടേ? 2 times A cross B. അത് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോ ഒരേ കൺസെപ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് നമുക്ക് ആ ഐഡിയ വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഒന്ന് വർക്കൗട്ട് ചെയ്താൽ അത് ഓർമ്മയിൽ നിൽക്കും കേട്ടോ. ഓക്കെ, യെസ്. ഇതിന്റെ പ്രൂഫ് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്യത്തെ 2 times A cross B പ്രൂവ് ചെയ്യാത്ത കേട്ടോ. നമ്മൾ ക്ലിയർ ആയിട്ട് വിശദീകരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ABC where A, B, C are points 1, 1, 2, 2, 3, 5, 1, 5, 5. അപ്പോൾ ABC എന്ന് പറഞ്ഞൊരു പോയിന്റ് ആട്ടോ. സി പ്ലെയിൻ ആണ്. ഇതാ, ഇത് A, ഇത് B, ഇത് C. ഇതിന് മൂന്നിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലെയിൻ ആണ് ആര്? ABC. റെഡി? ഓക്കെ. അപ്പോൾ നമുക്ക് ABCയുടെ കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ABCയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? A 1, 1, 2 ആണ്. B എത്രയാ? 2, 3, 5 ആണ്. C എത്രയാ? 1, 5, 5 ആണ്. ക്ലിയർ? ഓക്കെ. എന്താ മക്കളെ ചെയ്യണ്ടേ? ഈ പ്ലെയിനിന് വെക്റ്റർ ഈ പ്ലെയിനായ ABCക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം കേട്ടാ. എടാ, നിങ്ങൾക്ക് വെക്റ്റർ AB കണ്ടുപിടിക്കാൻ അറിയില്ലേ? എങ്ങനെ വെക്റ്റർ AB കണ്ടുപിടിക്കാം? എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ അവസാനിക്കുന്നു. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ അവസാനിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കും? 2 - 1 I അല്ലേ? 3 - 1 2J, 5 - 2 3 ആണ്, 3K. ഇതല്ലേ വെക്റ്റർ AB? വെക്റ്റർ AB എവിടെയാണ് വരിക മക്കളെ? ഈ പ്ലെയിൻ്റെ മുകളിലല്ലേ കിടക്കുക? ഇതാണ് വെക്റ്റർ AB. കറക്റ്റ്? ആ പ്ലെയിൻ്റെ സർഫസിലാണ് വെക്റ്റർ AB. കറക്റ്റ്? എങ്ങനെയാണ് വെക്റ്റർ AC കണ്ടുപിടിക്കുക? വെക്റ്റർ ACയുടെ പ്രത്യേകത എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സിയിൽ അവസാനിക്കുന്നു കേട്ടോ. നോക്കടാ, 1 - 1 0I അല്ലേ? 5 - 1 4 ആണ്, 4J. 5 - 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3K. കിട്ടിയോ? അപ്പോൾ വെക്റ്റർ ACയും കിട്ടി. എയിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ എത്രയാ? 0I 4J 3K കേട്ടോ. അപ്പൊ പ്രത്യേകത എത്രയേ ഉള്ളൂ? ഈ വെക്റ്റർ ABയും വെക്റ്റർ ACയുടെ പൊസിഷനാണ് നമുക്ക് നോക്കേണ്ടത്. വെക്റ്റർ ABയും വെക്റ്റർ ACയും എവിടെ കിടക്കുന്നത്? ഈ പ്ലെയിൻ ആണ് എൻ്റെ വെക്റ്റർ ABC, ഈ പ്ലെയിൻ ആണ് ABC എങ്കിൽ ശ്രദ്ധിക്കുക, ഈ പ്ലെയിൻ്റെ മുകളിലാണ് ഇതാണ് വെക്റ്റർ AB, ഇതാണ് വെക്റ്റർ AB, ഇതാണ് വെക്റ്റർ AC. റെഡി? അപ്പോൾ രണ്ടും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം, ഈ AB ക്രോസ് AC നമ്മൾ ചെയ്താൽ, AB ക്രോസ് AC ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു പുതിയ വെക്ടർ കിട്ടുമല്ലോ. ആ വെക്ടർ ABക്കും വെക്ടർ ACക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ പ്ലെയിനിന് മൊത്തത്തിൽ എന്തായിരിക്കും മക്കളെ? പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ? അപ്പൊ എന്താ ചെയ്യണ്ടേ? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? AB ക്രോസ് AC കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. വെക്ടർ AB ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. വെക്ടർ AB is equal to എത്രയാ? I plus 2J plus 3K. വെക്ടർ AC ഞാൻ ഇവിടെ എഴുതുന്നു 0I plus 4J plus 3K. ഓക്കെ. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? വെക്ടർ AB ക്രോസ് വെക്ടർ AC നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം അല്ലേ? വെക്ടർ AB ക്രോസ് വെക്ടർ AC ചെയ്യാൻ ഡിറ്റർമിനന്റ് വരക്കണം, IJK കൊടുക്കണം. റൈറ്റ്? ഫസ്റ്റ് റോ നമ്മൾ എഴുതി, സെക്കൻഡ് റോയില് ABയുടെ കമ്പോണൻസ്, തേർഡ് റോയില് ACയുടെ കമ്പോണൻസ്, 0 4 റെഡി? യെസ്. എങ്ങനെ സോൾവ് ചെയ്യണ്ടേ? ഇതാ I ഇൻറ്റു I വരുന്ന റോയും കോളം ഒഴിവാക്കിക്കേ. I വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ 2 × 3 6 മൈനസ് 4 × 3 എത്രേ? 12 മൈനസ് J ഇൻറ്റു J വരുന്ന റോയും കോളം ഒഴിവാക്കും മക്കളെ. J വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ 1 3 0 3 ആണ് അല്ലേ? 1 × 3 3 മൈനസ് 0 × 3 എത്ര വരും? 0 പ്ലസ് K ഇൻറ്റു K വരുന്ന റോയും കോളം ഒഴിവാക്കണം കേട്ടോ. K വരുന്ന റോയും കോളം ഒഴിവാക്കി 1 × 4 4 മൈനസ് 0 × 2 0 എത്ര കിട്ടും നമുക്ക്? 6 - 12 is -6 ആയി. 3 - 0 3 ആണ്, പുറത്ത് മൈനസ് ആണ്, മൈനസ് 3J. 4 - 0 4, പുറത്ത് പ്ലസ് ആണ്, പ്ലസ് 4K കേട്ടോ. അപ്പോൾ ഈ വെക്ടറിന്റെ പ്രത്യേകത, ഈ വെക്ടർ ABക്കും വെക്ടർ ACക്കും പെർപെൻഡിക്കുലർ ആണ്. വെക്ടർ ABയും വെക്ടർ AC ഒക്കെ ഈ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ ABക്കും ACക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ മക്കളെ ആ പ്ലെയിനിന് മൊത്തത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് പോകുന്നത്? വെക്ടർ -6I -3J + 4K പോകുന്നത് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? പെർപെൻഡിക്കുലർ വെക്ടർ അല്ല, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ABC അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വെക്ടർ C എന്ന് കൊടുത്തേ, -6I -3J + 4K. എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക? C ക്യാപ്പ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താ? വെക്ടർ C / mod C അല്ലേ?
minus 6i minus 3j plus 4k divided by root of, yes, minus 6 square 36, 3 square 9, 4 square 16, 16 plus 9 plus 36 എത്ര കിട്ടും? 16 plus 9 25, 25 6 എത്ര കിട്ടും? 31 root 61. റെഡി? അപ്പം ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. യെസ്. Mod A is equal to 2, mod B is equal to 3, theta is the angle between A and B, maximum value of A dot B occurs when theta equal to dash എന്നാ ചോദ്യം. ഓക്കെ, യെസ്. ശ്രദ്ധിക്ക, നമുക്ക് എ ഡോട്ട് ബിന്റെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. എ ഡോട്ട് ബിന്റെ ഇക്വേഷൻ എന്താ? മോഡ് എ മോഡ് ബി കോസ് തീറ്റ. മോഡ് എ മോഡ് ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡ് എ എത്രയായിരുന്നു? 2. മോഡ് ബി 3 ഇൻറ്റു കോസ് തീറ്റ അല്ലേ? യെസ്, 2 3 ഇൻറ്റു ചെയ്താൽ മക്കളെ 6 ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇനി ഇത് മാക്സിമം ആണോ മിനിമം ആണോ, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ ഇനിയും കൂടണോ കുറയണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ? ഇനി കോസ് തീറ്റ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം കോസ് തീറ്റയ്ക്ക് കിട്ടാവുന്ന പരമാവധി വാല്യൂവും കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂവും എത്രയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പ്ലസ് 1 പഠിച്ചാട്ടോ. ശ്രദ്ധിച്ചേ, എന്തായിരുന്നു? കോസ് തീറ്റ വാല്യൂ ഇസ് മാക്സിമം നമുക്ക് 1 വരെ പോവാം, ഏറ്റവും മിനിമം -1 അല്ലേ? എപ്പോഴാണ് മക്കളെ തീറ്റയ്ക്ക് ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക? കോസ് തീറ്റ. ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് കോസ് തീറ്റ 1 കിട്ടുക? യെസ്, കോസ് ഓഫ് ഏത് ആംഗിൾ കൊടുത്താലാണ് നമുക്ക് 1 കിട്ടുക? അറിയാം, കോസ് ഓഫ് 0 അല്ലേ? കോസ് 0 ആണ് 1. ക്ലിയർ? അപ്പോ പരമാവധി 6 ഇൻറ്റു കോസ് തീറ്റന്റെ വാല്യൂ 1 കൊടുത്താലേ 6 എന്ന് കിട്ടുള്ളൂ അല്ലേ? 6 ഇൻറ്റു -1 കൊടുത്താൽ ഏറ്റവും ചെറിയ വാല്യൂ -6 ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഏറ്റവും പരമാവധി വാല്യൂ എ ഡോട്ട് ബിക്ക് കിട്ടാവുന്ന എത്രയാണ്? 6 ആണ്. ആ 6 കിട്ടണമെങ്കിൽ കോസ് തീറ്റ 1 ആയിരിക്കണം അല്ലേ? ആ 6 കിട്ടണമെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കണം? 1. സോ തീറ്റ ഷുഡ് ബി 0 ഡിഗ്രി അല്ലേ? കോസ് 0 അല്ലേ മക്കളെ? 1. റെഡി? യെസ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. കൺസിഡർ ദി പോയിന്റ്സ് എ 1 2 7, ബി 2 6 3 3 3 10 -1. ഫൈൻഡ് എ ബി ആൻഡ് എ സി. 2 പോയിന്റ്സ് തന്നിട്ട് വെക്ടർ എ ബി എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ട്ടോ. എങ്ങനെ ചെയ്യണം? 2 - 1 2 - 1 1i അല്ലേ? 6 - 2 6 - 2 4j. യെസ്. 3 - 7 3 - 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 3 - 7 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -4k. റെഡി? -4k. എങ്ങനെ വെക്ടർ എ സി കിട്ടുക? വെക്ടർ എ സി വെക്ടർ ബി സി. വെക്ടർ ബി സി എന്ന് പറയുമ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം, സിയിൽ അവസാനിക്കണം അല്ലേ? വെക്ടർ ബി സി എന്ന് പറയുമ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം, സിയിൽ അവസാനിക്കണം. എങ്ങനെ കിട്ടും? ഇവിടെ നോക്കിയേ, ബിയും അറിയാം സിയും അറിയാം. സി ആണ് എൻഡിങ് പോയിന്റ്. 3 - 2 ചെയ്താൽ 1i അല്ലേ? 10 - 6 ചെയ്താൽ 4j. -1 - 3 ചെയ്താൽ അഗൈൻ -4k. എടാ, 2 വെക്ടേഴ്സും സെയിം വെക്ടർ അല്ലേ? ദാറ്റ് മീൻസ് ദേ ആർ പാരലൽ അല്ലേ? ഇവിടെ നോക്കൂ, എ ബി എന്ന് പറഞ്ഞാൽ മക്കളെ എയിൽ സ്റ്റാർട്ട് ചെയ്യണം, ബിയിൽ അവസാനിക്കണം അല്ലേ? നമുക്ക് ബി സി എന്ന് പറയുന്ന വെക്ടർ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം, സിയിൽ അവസാനിക്കണം അല്ലേ? ശ്രദ്ധിച്ചേ, ഒരേ വെക്ടർ അല്ലേ നമുക്ക് കിട്ടുന്നത്? അല്ലെങ്കിൽ അതിന്റെ കമ്പോണന്റ് റേഷ്യോ നോക്കിയ 1/1 4/4 -4/-4 എല്ലാം 1 അല്ലേ കിട്ടുന്നത് മക്കളെ? കോഎഫിഷ്യന്റ് റേഷ്യോ സെയിം ആണെങ്കിൽ ദേ ആർ പാരലൽ അല്ലേ? അപ്പോ ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് സിയിൽ അവസാനിക്കുന്ന വെക്ടർ പാരലൽ ആയിട്ട് തന്നെ ആയിരിക്കും ഇത് പാസ് ചെയ്യാം അല്ലേ? നമുക്ക് എന്താ തെളിയിക്കണ്ടേ? പ്രൂവ് ദാറ്റ് എ ബി സി ആർ കൊളീനിയർ. മക്കളെ, ഇത് ഒറ്റ സിംഗിൾ ലൈൻ അല്ലേ? അല്ലടാ, ഒരേ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് പോലെയല്ലേ എയും ബിയും സിയും കിടക്കുന്നത് അല്ലേ? എന്താ റീസൺ? വെക്ടർ എ ബി ആർക്ക് പാരലൽ ആണ്, വെക്ടർ ബി സിക്ക് പാരലൽ ആണ് അല്ലേ? ആൻഡ് ബി ഇസ് എ കോമൺ പോയിന്റ് ടു ബോത്ത് വെക്ടർ എ ബി ആൻഡ് വെക്ടർ ബി സി, റൈറ്റ്? അപ്പോ തീർച്ചയായിട്ടും എയും ബിയും സിയും എന്താണ്? കൊളീനിയർ പോയിന്റ്സ് ആണ്. കൊളീനിയർ വെക്ടർ അല്ല കേട്ടോ. എ ബി സി ആർ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യുന്നത് പോയിന്റ്സ് കൊളീനിയർ ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ് i plus j and j plus k കണ്ടുപിടിക്കണം. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? a ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. ഇതല്ലേ മക്കളെ കോസ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ? അപ്പോ എ ഡോട്ട് ബി കണ്ടുപിടിക്കണം, എ ഡോട്ട് ബി.
രണ്ട് വെക്ടേഴ്സ്, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി അല്ലേ. ഐ പ്ലസ് ജെ ആണ് വെക്ടർ എ, അടുത്ത തരാം ജെ പ്ലസ് കെ. എങ്ങനെ നമ്മൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കാം? യെസ്, ഐ ഇൻറ്റു ഐൻ്റെ കോഷ്യൻ്റ് 1 ആണ്, ഇവിടെ 0 ആണ്. 1 × 0 0 പ്ലസ് ജെ കമ്പോണന്റ് നോക്കിയേ, ഇവിടെ കോഷ്യൻ്റ് 1, ഇവിടെയും 1. യെസ്, കെയുടെ കോഎഫിഷ്യൻസ് നോക്കടാ. ഫസ്റ്റ് വെക്ടറിൽ കെയുടെ കമ്പോണന്റ് ഇല്ല, കോഎഫിഷ്യന്റ് 0 ആണ്. രണ്ടാമത്തെ വെക്ടറിൽ കെയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. 0 × 1 ചെയ്യുമ്പോൾ 0. 0 + 1 + 0 ചെയ്യുമ്പോൾ ആൻസർ എത്രയാ? 1 എന്ന് കിട്ടി. റെഡി? യെസ്. മോഡ് എ, എങ്ങനെ മോഡ് എ കണ്ടുപിടിക്കാം? നമുക്ക് റൂട്ട് ഓഫ് ഐയുടെ കോഷ്യന്റ് 1 1² 1 അഗൈൻ 1² √2 എന്ന് കിട്ടി. മോഡ് ബി അഗൈൻ റൂട്ട് ഓഫ് 1² + 1² ചെയ്താൽ അതും √2 ആണ്. യെസ്, ആൻസർ കണ്ടുപിടിക്കാൻ cos θ = ശ്രദ്ധിക്കാം എ ഡോട്ട് ബി. എ ഡോട്ട് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ? എ ഡോട്ട് ബിയുടെ വാല്യൂ 1 ബൈ മോഡ് എ √2 ആണ്, മോഡ് ബി √2 ആണ്. √2 × √2 ചെയ്താൽ 2 ആണ് കേട്ടോ. cos θ = 1/2. cos θ 1/2 ആണ്. തീറ്റ എത്രയാ മക്കളെ? 60 ഡിഗ്രി. cos θ 1/2 ആണ്, തീറ്റ 60 ഡിഗ്രി. പഠിക്കണം കേട്ടോ. യെസ്, താഴെയുള്ള ക്വസ്റ്റ്യനിലേക്ക് വാ. എ ബി സി ആർ യൂണിറ്റ് വെക്ടേഴ്സ്. എ ബി സി യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും സിന്റെ മാഗ്നിറ്റ്യൂഡും ഇതൊക്കെ എന്താ മക്കളെ? 1 ആണ്. യൂണിറ്റ് വെക്ടർ അല്ലേ? സച്ച് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി, ആ 3 വെക്ടേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 0 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മോഡ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എ ആണ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെഡി? എങ്കിൽ ഞാനിവിടെ എഴുതാണ് എ പ്ലസ് ബി പ്ലസ് സി, ഈ മോഡുലസിന്റെ ഹോൾ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? മോഡ് എ ഹോൾ സ്ക്വയർ എ ഡോട്ട് എക്ക് ഈക്വൽ ആണെങ്കിൽ മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സിക്ക് ഈക്വൽ ആയിരിക്കും. റെഡി? എടാ, എ പ്ലസ് ബി പ്ലസ് സി 0 അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി 0 അല്ലേ? 0 സ്ക്വയർ എത്ര കിട്ടും മക്കളെ? 0. റെഡി? 0 സ്ക്വയർ എത്ര കിട്ടും? 0. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യണ്ടേ? ദാ എ ഡോട്ട് എ, ദാ എനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാ, എ ഡോട്ട് എ അല്ലേ? പ്ലസ് എ ഡോട്ട് ബി, എ ഡോട്ട് ബി. ഓക്കെ, പ്ലസ് എനെ സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഡോട്ട് സി. റെഡി? എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ബിയിലേക്ക് വാ. ബിനെ എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യേ. ബി ഡോട്ട് എ, ബി ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി. ക്ലിയർ അല്ലേ? യെസ്. ഇനി സിയിലേക്ക് വാ. സിയെ കൊണ്ട് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്തേ. സി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് ബി പ്ലസ് സി ഡോട്ട് സി. ക്ലിയർ? യെസ്. അപ്പോ ഒന്നുമില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡോട്ട് പ്രോഡക്റ്റ് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, എ ഡോട്ട് എയുടെ വാല്യൂ അറിയാം, ബി ഡോട്ട് ബിയുടെ വാല്യൂ അറിയാം, സി ഡോട്ട് സിയുടെ വാല്യൂ അറിയാം അല്ലേ? എ ഡോട്ട് എ എത്രയാ? എ ഡോട്ട് എ മോഡ് എ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ 0 = എ ഡോട്ട് എക്ക് എന്ത് കൊടുക്കാം? മോഡ് എ ഹോൾ സ്ക്വയർ. പ്ലസ് ബി ഡോട്ട് ബിക്ക് എന്ത് കൊടുക്കാം മക്കളെ? മോഡ് ബി ഹോൾ സ്ക്വയർ. സി ഡോട്ട് സിക്ക് എന്ത് കൊടുക്കാം? മോഡ് സി ഹോൾ സ്ക്വയർ. ഇനി ബാക്കി ആരാ ഉള്ളത്? നമുക്കിതാ ഇവിടെ എ ഡോട്ട് ബി ഉണ്ട്, ഇവിടെ ബി ഡോട്ട് എ ഉണ്ട് അല്ലെ? എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം അല്ലേ? അപ്പൊ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ ചെയ്യുമ്പോൾ മക്കളെ എന്ത് കിട്ടും? 2 ടൈംസ് എ ഡോട്ട് ബി എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, എ ഡോട്ട് സി ഇവിടെ ഉണ്ട്, സി ഡോട്ട് എ ഇവിടെ ഉണ്ട് കേട്ടോ. എ ഡോട്ട് സിയും സി ഡോട്ട് എയും സെയിം ആണ്. എ ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എങ്ങനെ മാറ്റി എഴുതാം? 2 × എ ഡോട്ട് സി എന്ന് മാറ്റി എഴുതാം. പ്ലസ് സി ഡോട്ട് ബിയും ബി ഡോട്ട് സി ഉണ്ട്, രണ്ടും സെയിം ആണ്. ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് ബി ചെയ്യുമ്പോൾ ആൻസർ എന്താ വരിക? 2 ടൈംസ് ബി ഡോട്ട് സി. രണ്ടും സെയിം ആണ്. യെസ്. ഓക്കെ, യെസ്. അപ്പൊ 0 = നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എയും ബിയും സിയും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. കണ്ടോ? മോഡ് എ, മോഡ് ബി, മോഡ് സി 1 ആണ് അല്ലേ? അപ്പൊ കൊടുക്കാലോ. 1 + 1 + 1 പ്ലസ് ഇത്രയും ആളുകളിലെ ആര് കോമണാ? എല്ലാത്തിനും 2 കോമൺ അല്ലേ? 2നെ മെല്ലെ പുറത്തെടുത്തേ. എന്ത് കിട്ടും? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി പ്ലസ് ബി ഡോട്ട് സി. റെഡി? യെസ്. ഈ സാധനം തന്നെയല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കണ്ടോ? എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ അത് തന്നെ കണ്ടുപിടിക്കണ്ടേ കേട്ടോ. അപ്പോൾ നോക്കിക്കോ, 0 = 1 + 1 + 1 എത്ര കിട്ടും? 3 പ്ലസ് 2 ഇൻറ്റു ഇത്രയും ആളെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ അതിന് എക്സ് എടുത്ത് കേട്ടോ. 0 = 3 + 2x
ഓക്കെ, ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? 3 ഞങ്ങളുടെ എന്ത് കിട്ടും മക്കളെ? 0 - 3 -3 = 2x അല്ലെ? എക്സ് എന്ത് വരടാ? -3/2. എക്സ് എന്ത് വരും? -3/2. x means a dot b plus a dot c plus b dot c യുടെ വാല്യൂ എത്ര കിട്ടും? -3/2. ഓക്കെ, അപ്പോ ഈ റിസൾട്ടുകൾ വിടാതെ പിടിക്കണം കേട്ടോ. a plus b plus c modulus whole square is equal to a plus b plus c dot a plus b plus c. Ready? Yes. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാല്യൂ ഓഫ് മോഡ് എക്സ് കണ്ടുപിടിക്കണം. ഇഫ് ബി ഇസ് എ യൂണിറ്റ് വെക്ടർ, ബി എന്ത് വെക്ടറാ? യൂണിറ്റ് വെക്ടറാ. ബി യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ മോഡ് ബി ചെയ്യുമ്പോൾ ആൻസർ എത്രയാ? 1. റെഡി? ആൻഡ് 2x - 2b ഡോട്ട് x plus b 30 ആട്ടോ. ഞാൻ അവിടെ എഴുതുന്നുണ്ട് 2x - 2b ഡോട്ട് x plus b ചെയ്താൽ ആൻസർ എത്രയാണ്? 30. ആൻസർ എത്രയാ? 30. എടാ ഫസ്റ്റത്തെ വെക്ടർ കണ്ടോ? അവിടെ രണ്ടിലും 2 കോമൺ അല്ലേ? ആ 2നെ മെല്ലെ പുറത്തെടുക്കാലോ. 2 പുറത്ത് എന്ത് കിട്ടും? x - b ഡോട്ട് x plus b ചെയ്യുമ്പോൾ ആൻസർ എത്രയാ? 30. റെഡി? 2 ഇൻറ്റു എന്നല്ലേ? 2 ഇൻറ്റു എന്നല്ലേ? ഈ 2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്താലോ എന്ത് കിട്ടും? x - b ഡോട്ട് x plus b ഈസ് ഈക്വൽ ടു 30. ഇവിടെ 2 ഇൻറ്റു അല്ലെ? ഇങ്ങോട്ട് വരുമ്പോൾ 30/2 എത്ര കിട്ടി? 15. റെഡി? 15. ഓക്കെ, അപ്പോ എങ്ങനെ മാറ്റിയതും ശ്രദ്ധിക്കുക. x - b ഡോട്ട് x plus b 15 ആണ് അല്ലെ? ഇതുപോലെ നേരത്തെ ക്വസ്റ്റ്യന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത പോലെ ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. എന്താ? എക്സിനെ ആദ്യം ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, മൈനസ് ബിനെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. റെഡി? എന്ത് കിട്ടും? എക്സ് ഡോട്ട് എക്സ് പ്ലസ് എക്സ് ഡോട്ട് ബി അല്ലെ മൈനസ് ബി ഡോട്ട് എക്സ്, ശ്രദ്ധിക്കുക, മൈനസ് ബി ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 15. റെഡി? എക്സ് ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മക്കളെ മോഡ് ബി ഹോൾ സ്ക്വയർ അല്ലേ? മൈനസ് ഓഫ് മോഡ് ബി ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, എക്സ് ഡോട്ട് ബിയും ബി ഡോട്ട് എക്സും സെയിം അല്ലേ? എക്സ് ഡോട്ട് ബിയും ബി ഡോട്ട് എക്സും സെയിം ആ അല്ലേ? എടാ ഇതൊന്ന് പ്ലസ് ഒന്ന് മൈനസ് അല്ലേ? അപ്പൊ ഇത് കട്ട് ചെയ്ത് കളയാലോ. കട്ട് ചെയ്ത് കളഞ്ഞു. ദിസ് ഈസ് ഈക്വൽ ടു 15. എടാ മോഡ് ബി യൂണിറ്റ് വെക്ടർ അല്ലേ? ബി യൂണിറ്റ് വെക്ടർ അല്ലേ? മോഡ് ബി 1 ആണല്ലോ. കൊടുത്തെ മോഡ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 15. മോഡ് എക്സ് ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? -1 കൂടി അങ്ങോട്ട് എടുത്തേ. 15 + 1 16 കിട്ടി. മോഡ് എക്സ് എന്തിന് ഈക്വലാ? √16. കംഫർട്ടബിളി 4. റെഡി? മോഡ് എക്സിന്റെ വാല്യൂ 4. ക്ലിയർ? യെസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആണ് കേട്ടോ. എ ഡോട്ട് എ വന്നാൽ എങ്ങനെ മാറ്റി എഴുതണം? മോഡ് എ ഹോൾ സ്ക്വയറിന് മാറ്റി എഴുതണം കേട്ടോ. അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. റെഡി? യെസ്. a - b ക്രോസ് a plus b is equal to നമ്മൾ 2 പ്രാവശ്യം ചെയ്തു കേട്ടോ. 2 times a cross b. ഓക്കെ, 2 times a cross b നമ്മൾ സോൾവ് ചെയ്താണേ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ എന്താ? a cross b മോഡുലസ് ഓഫ് a cross b ആണേ. മോഡുലസ് ഓഫ് a cross b യുടെ ഹോൾ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡിറ്റർമിനന്റ് എ ഡോട്ട് എ, എ ഡോട്ട് ബി, എ ഡോട്ട് ബി, ബി ഡോട്ട് ബിക്ക് ഈക്വൽ ആയിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇതിനെ 2 സൈഡായിട്ട് എടുത്തേ. LHS RHS രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കും കേട്ടോ. ആദ്യം LHS സ്റ്റാർട്ട് ചെയ്യാലോ. LHS ആരാ ഉള്ളത്? മോഡുലസ് ഓഫ് a ക്രോസ് b ആണ് കേട്ടോ. സ്ക്വയർ ഉണ്ട്, സ്ക്വയർ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. റെഡി? യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് a ക്രോസ് b എന്താ? a ക്രോസ് ബിന്റെ ഇക്വേഷൻ, a ക്രോസ് ബിന്റെ ഇക്വേഷൻ, a ക്രോസ് ബിന്റെ ഇക്വേഷൻ, a ക്രോസ് ബിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. മോഡ് എ അല്ലേ? മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്. റെഡി? അപ്പോ ഇവിടെ മോഡുലസ് ഓഫ് a ക്രോസ് ബി ആണ് കൊടുക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക, മോഡ് എ മോഡുലസ് എടുത്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെ അല്ലേ? മോഡ് എ മോഡ് ബിയും സെയിം ആണല്ലോ, പ്രശ്നമില്ല. സൈൻ തീറ്റയുടെ പോസിറ്റീവ് വാല്യൂ മക്കളെ എൻ ക്യാപ്പിന്റെ മോഡുലസ് എടുത്താൽ എൻ ക്യാപ്പ് യൂണിറ്റ് വെക്ടറാ. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് കേട്ടോ. ഓക്കെ, അയാൾ പോയി. റെഡി? അപ്പോ മോഡുലസ് ഓഫ് a ക്രോസ് ബി ഹോൾ സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ ഈ മൊത്തം ആളെ ഹോൾ സ്ക്വയർ ചെയ്യലല്ലേ? എത്ര കിട്ടുവാടാ? ശ്രദ്ധിച്ചേ, മോഡ് എ ഹോൾ സ്ക്വയർ മോഡ് ബി ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. റെഡിയാണോ? റെഡിയാണോ? എ പ്ലസ് ബി സോറി മോഡുലസ് ഓഫ് a ക്രോസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ, മോഡുലസ് ഓഫ് a ക്രോസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആരെയാ? മോഡ് എ ഹോൾ സ്ക്വയർ മോഡ് ബി ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. റെഡി? LHS സോൾവ് ചെയ്താൽ നമുക്ക് ഇതാ കിട്ടും.
ഓക്കെ, ഇനി സെയിം ആൻസർ തന്നെ നമുക്ക് ഇവിടെ കിട്ടണം, RHS സോൾവ് ചെയ്യുമ്പോൾ കിട്ടണം കേട്ടോ. ശ്രദ്ധിക്ക്, RHS റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയുള്ള ഡിറ്റർമിനന്റ് ഉള്ളത് അല്ലെ? 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഉള്ളത്. ശ്രദ്ധിച്ചേ, 2x2 മെട്രിക്സ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. A ഡോട്ട് B, A ഡോട്ട് B ആൻഡ് ലാസ്റ്റ് എലമെന്റ് B ഡോട്ട് B. എങ്ങനെയാ നമ്മളൊരു 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുക അല്ലെ? നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യം ഇത് 2 ഇൻറ്റു ചെയ്യണം, മൈനസ് ഇത് 2 ഇൻറ്റു ചെയ്യണം അല്ലെ? നോക്കിയേ, ഫസ്റ്റ് A ഡോട്ട് A ഇൻറ്റു B ഡോട്ട് B മൈനസ് അടുത്ത ആൾക്കാർ ആരൊക്കെയാ? A ഡോട്ട് B ഇൻറ്റു A ഡോട്ട് B. റെഡി? A ഡോട്ട് എ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, മോഡ് A ഹോൾ സ്ക്വയർ ആ. B ഡോട്ട് ബിനെ പറ്റി പറഞ്ഞു, മോഡ് B ഹോൾ സ്ക്വയർ ആ. മൈനസ് എന്തായിരുന്നു A ഡോട്ട് ബി? A ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, മോഡ് A മോഡ് B കോസ് തീറ്റ, മോഡ് A മോഡ് B കോസ് തീറ്റ. അഗൈൻ രണ്ടാമതും A ഡോട്ട് ബി ഉണ്ടല്ലോ, എങ്ങനെ കൊടുക്കുക? മോഡ് A മോഡ് B കോസ് തീറ്റ. റെഡി? യെസ്. അപ്പൊ മോഡ് A ഹോൾ സ്ക്വയർ മോഡ് B ഹോൾ സ്ക്വയർ മൈനസ് മോഡ് A ഇൻറ്റു മോഡ് A മക്കളെ ഗ്രൂപ്പ് ചെയ്യടാ, മോഡ് A ഹോൾ സ്ക്വയർ. മോഡ് B ഇവിടെ ഉണ്ടല്ലോ, ഗ്രൂപ്പ് ചെയ്യേ, മോഡ് B ഹോൾ സ്ക്വയർ. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ. റെഡി? രണ്ട് ടേംസിലും ആര് കോമൺ ആ? മോഡ് A ഹോൾ സ്ക്വയർ മോഡ് B ഹോൾ സ്ക്വയർ കോമൺ ആട്ടോ. കോമൺ ഉള്ള ആളെ പുറത്തെടുത്തേ, മോഡ് A ഹോൾ സ്ക്വയറും മോഡ് B ഹോൾ സ്ക്വയറും പുറത്തെടുത്താൽ ബാക്കി എത്ര കിട്ടും? ഇവിടെ 1 മൈനസ് മോഡ് A ഹോൾ സ്ക്വയർ മോഡ് B ഹോൾ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ആരുള്ളൂ? കോസ് സ്ക്വയർ തീറ്റ അല്ലേ? എന്താ ആൻസർ? മോഡ് A ഹോൾ സ്ക്വയർ മോഡ് B ഹോൾ സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ. 1 മൈനസ് കോസ് സ്ക്വയർ ആരാ? സൈൻ സ്ക്വയർ തീറ്റ. എടാ RHSഉം LHSഉം സെയിം ആ. രണ്ട് സാധനം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആളെ കിട്ടുന്ന കേട്ടോ. സോ പ്രൂവ്ഡ് ആണ്. മോഡുലസ് ഓഫ് A പ്ലസ് B ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴും ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോഴും രണ്ടും സെയിം ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. രണ്ട് വെക്ടേഴ്സ് A ഡോട്ട് B 1 ആണ്. A ഡോട്ട് B 1 ആണ്. യെസ്, A ഡോട്ട് B നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് A മോഡ് B തന്നിട്ടുണ്ട്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു A ഡോട്ട് B 1, മോഡ് A റൂട്ട് 2 മോഡ് B റൂട്ട് 2. ആൻസർ 1/2 കോസ് തീറ്റ. തീറ്റ എത്ര കിട്ടും? കോസ് തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ ഈസ് 5/3. യെസ്, ഇതും പ്രശ്നമുണ്ടോ? ട്രയാങ്കിൾ ABC വിത്ത് വെർട്ടീസസ് ABC. ട്രയാങ്കിൾ ABCന്റെ വെർട്ടീസസ് ഏതൊക്കെയാ? ABC. റെഡി? യെസ്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഫൈൻഡ് AB, വെക്ടർ AB കണ്ടുപിടിക്കാൻ മക്കളെ നമ്മൾ ഒരുപാട് തവണ ചെയ്യുന്നുട്ടാ. വെക്ടർ AB എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. വെക്ടർ ഈ B മൈനസ് A ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? AB കിട്ടി കേട്ടോ. B തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്. ബിയിൽ നിന്ന് A കുറയ്ക്കുക, IJK കമ്പോണൻസ് കൊടുക്കുക. റെഡി? AC എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? AC എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുകയല്ലേ? അപ്പൊ സിയുടെ കമ്പോണൻസിൽ നിന്ന് ആരെ കമ്പോണൻസ് കുറയ്ക്കുക? എയുടെ കോർഡിനേറ്റ്സ് കുറയ്ക്കുക കേട്ടോ. C മൈനസ് A ചെയ്യുക, IJK കൊടുക്കുക അല്ലെ? ഇപ്പൊ C ഇവിടെ 0 ആണ്, A ഇവിടെ 1 ആണ്. 0 - 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? അല്ലെ? സിയുടെ y കോർഡിനേറ്റ് 1 ആണ്, A മൈനസ് K അല്ലെ? ഇവിടെ 2 ഇവിടെ 3 അല്ലേ? 2 മൈനസ് ചെയ്താൽ -K. AC കിട്ടും. അപ്പോൾ ABയും ACയും കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടരുത്. ആംഗിൾ A എന്ന് പറഞ്ഞാൽ വെക്ടർ ABക്കും വെക്ടർ ACക്കും ഇടയിലുള്ള ആംഗിൾ അല്ലേ? എങ്ങനെയാ ആംഗിൾ കണ്ടുപിടിക്കുക? കോസ് തീറ്റ. യെസ്, വെക്ടർ ABക്കും വെക്ടർ ACക്കും ഇടയിലാണെങ്കിൽ AB ഡോട്ട് AC ചെയ്യുക, മോഡ് AB മോഡ് AC കേട്ടോ. തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ആംഗിൾ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. മക്കളെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് അറിയാമെങ്കിൽ എങ്ങനെ ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കുക? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ. രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നോക്കിക്കേ, ACയും അറിയാം ABയും അറിയാം അല്ലെ? എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക? 1/2 മോഡുലസ് ഓഫ് AB ക്രോസ് AC ചെയ്യാം. റെഡി? AB ക്രോസ് AC ചെയ്യുക, ഡിറ്റർമിനന്റ് വെച്ച് ചെയ്യുക. റെഡി? കിട്ടുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, 1/2 കൊടുക്കുക. റെഡി? യെസ്. ഇവിടെ അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ 3i plus lambda j plus k. B is equal to I plus lambda j minus k. Find A cross B. A cross B കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, A cross B കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി, ഡിറ്റർമിനന്റ് എടുക്കുക. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം ഈസ് √42. ഏരിയ തന്നിട്ടുണ്ട് കേട്ടോ. ഏരിയ എത്രയാണ്? ഏരിയ √42. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദി വാല്യൂ ഓഫ് ലാംഡ.
അല്ലെ മക്കളെ ശ്രദ്ധിക്കടാ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണല്ലോ. ഓക്കെ, ഈ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഏരിയ എത്രയാ? √42. ഓക്കെ, യെസ്. മോഡുലസ് ഓഫ് എ ക്രോസ് ബിന്റെ വാല്യൂ, മോഡുലസ് ഓഫ് എ ക്രോസ് ബിയുടെ വാല്യൂ √42 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഏരിയ 42 ആണ്. ഓക്കെ, നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക. അപ്പോ എ ക്രോസ് ബി കാണാം. ഇവിടെ നോക്കിയേ എങ്ങനെ എ ക്രോസ് ബി കണ്ടുപിടിക്കണ്ടേ? ശ്രദ്ധിക്ക്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് വരച്ചു ഐ ജെ കെ. റെഡി? രണ്ടാമത്തെ റോയിൽ നമ്മൾ ആരെ കൊടുക്കണം? വെക്ടർ എയുടെ കമ്പോണൻസ് കൊടുക്കണം. വെക്ടർ എയുടെ കമ്പോണൻസ് ആരൊക്കെയാ? 3 ഉണ്ട്, ലാംഡ ഉണ്ട്, 1 ഉണ്ട്. വെക്ടർ ബിയുടെ കമ്പോണൻസ് ആരൊക്കെയാ? 1 ലാംഡ മൈനസ് 1, 1 ലാംഡ മൈനസ് 1. ഓക്കെ, യെസ്. അപ്പോൾ എ ക്രോസ് ബി എങ്ങനെ ചെയ്യണ്ടേ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഐ വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി ആരെ കിട്ടും? ലാംഡ ഇൻറ്റു -1 മൈനസ് ലാംഡ ഇൻറ്റു 1 എത്ര? ലാംഡ മൈനസ് ജെ ഇൻറ്റു, ശ്രദ്ധിക്കുക, ജെ വരുന്ന റോയും കോളം ഒഴിവാക്കിയേ എന്ത് കിട്ടും? 3 ഇൻറ്റു -1 -3 മൈനസ് 1 ഇൻറ്റു 1 1 പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കോളം ഒഴിവാക്കുക 3 ലാംഡ മൈനസ് ലാംഡ എത്ര കിട്ടി? മൈനസ് ലാംഡ മൈനസ് 2 ലാംഡ ഐ -3 -1 -4 അല്ലേ? -4 പുറത്തൊരു 4 കൂടി ഉണ്ട്, -1 ഉണ്ട്, -4 പ്ലസ് 4 3 ലാംഡ മൈനസ് ലാംഡ എത്ര കിട്ടും? 2 ലാംഡ കെ. റെഡി? അപ്പോ എ ക്രോസ് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടർ -2 ലാംഡ ഐ പ്ലസ് 4j പ്ലസ് 2 ലാംഡ കെ അല്ലെ? എങ്ങനെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാലല്ലേ ഏരിയ ഉള്ളൂ. റൂട്ട് ഓഫ് -2 ലാംഡയുടെ സ്ക്വയർ ചെയ്യുമ്പോൾ -2ന്റെ സ്ക്വയർ 4, ലാംഡയുടെ സ്ക്വയർ 4 ലാംഡ സ്ക്വയർ അല്ലെ? 4ന്റെ സ്ക്വയർ മക്കളെ 16, അഗൈൻ 2 ലാംഡയുടെ സ്ക്വയർ എത്ര വരും? 4 ലാംഡ സ്ക്വയർ. റെഡി? അപ്പൊ ഈ വാല്യൂ ആണ് എന്ത്? √42 അല്ലെ ഏരിയ. ലാംഡ കണ്ടുപിടിക്കാലോ? യെസ്, ഞാൻ ഒന്ന് മായ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. യെസ്, √4 ലാംഡ സ്ക്വയർ പ്ലസ് 16 പ്ലസ് 4 ലാംഡ സ്ക്വയർ എന്തിന് ഈക്വലാ? √42. ആ റൂട്ടം ഒഴിവാക്കണം, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്തേ എത്ര കിട്ടും? 4 ലാംഡ സ്ക്വയർ 16, 4 ലാംഡ സ്ക്വയർ 42 കേട്ടോ. 4 ലാംഡ സ്ക്വയർ എത്രയാ? 8 ലാംഡ സ്ക്വയർ 42 16 ഇങ്ങോട്ട് വന്ന് എത്ര കിട്ടും മക്കളെ? യെസ്, 32 6 പോയാൽ 26 കേട്ടോ. അപ്പൊ എത്ര കിട്ടിയടാ? യെസ്, 8 ലാംഡ ഹോൾ സ്ക്വയർ, 8 ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു 26. ലാംഡ സ്ക്വയർ ഈക്വൽ ടു 26/8. ലാംഡ ഈക്വൽ ടു √26/8. റെഡി കേട്ടോ? ഒന്നുമില്ല, ബേസിക് കൺസെപ്റ്റ് ആയിരുന്നു. ആ കൺസെപ്റ്റിനനുസരിച്ച് തന്നെ നിങ്ങൾ ലാംഡയുടെ വാല്യൂ കിട്ടും. യെസ്. പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ദ വെർട്ടീസസ് ഓഫ് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. 3i - 4j - 4k, 2i - j + k, i - 3j - 5k അല്ലെ? ഓരോ വെർട്ടീസസ്, അതായത് ഇത് എ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ വെക്ടർ ആണ്, ഇത് ബിയുടെ പൊസിഷൻ വെക്ടർ ആണ്, സിയുടെ പൊസിഷൻ വെക്ടർ ആണ്. പൊസിഷൻ വെക്ടർ കിട്ടിയാൽ മക്കളെ ആ കോർഡിനേറ്റ്സ് എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പോ എയുടെ പൊസിഷൻ വെക്ടർ 3i - 4j - 4k അല്ലേ? അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതും? ijk അങ്ങ് ഒഴിവാക്കുക കേട്ടോ. 3 - 4 - 4. റെഡി? ബിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം? ബിയുടെ പൊസിഷൻ വെക്ടർ 2i - j + k അല്ലേ? ijk ഒഴിവാക്കുക 2 - 1 + 1. സിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതും? ijk ഒഴിവാക്കുക 1 - 3 - 5. ക്ലിയർ? അപ്പോ വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയോ? ABC ഒന്നുമില്ല, പൊസിഷൻ വെക്ടർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യുക? ijk കമ്പോണൻസ് മെല്ലെ സ്കിപ്പ് ചെയ്യാം. റെഡി? ഫൈൻഡ് AB, ഫൈൻഡ് BC, ഫൈൻഡ് CA. പ്രശ്നമുണ്ടോ? എങ്ങനെ AB കണ്ടുപിടിക്കണ്ടേ? വെക്ടർ AB എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ അവസാനിക്കുന്നു. യെസ്, 2 - 3 - i -1 -4 പ്ലസ് ആയില്ലേ? പ്ലസ് 3j. റെഡി? 1 - -4 പ്ലസ് 5k. റെഡി അല്ലേ? 2 - 3 - 1 -1 പ്ലസ് 4 - 1 എത്രയാ? 3. യെസ്. എങ്ങനെയാ മക്കളെ BC കണ്ടുപിടിക്കുക? BC യെസ്, C - B. സിയിൽ നിന്ന് ബി കുറയ്ക്കണം കേട്ടോ. 1 - 2 അഗൈൻ -5 ആണ്. -3 -1 -3 പ്ലസ് 1 കിട്ടും -2j. -5 -1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -6k. റെഡി? എങ്ങനെ വെക്ടർ AC കണ്ടുപിടിക്കണ്ടേ? സോറി, വെക്ടർ CA എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? C അല്ലേ കണ്ടുപിടിക്കണ്ടേ? AB, BC ആൻഡ് CA.
സിയെ കണ്ടുപിടിക്കാൻ എയിൽ നിന്ന് സീനെ കുറയ്ക്കണം കേട്ടോ. എയിൽ നിന്ന് സി കുറയ്ക്കാം. എ 3 ആണ്, സി 1 ആണ്. അവിടെ 3 - 1 ചെയ്യുമ്പോൾ കിട്ടും 2i. -4 മൈനസ് ഓഫ് -3, -4 മൈനസ് ഓഫ് -3, -4 + 3 എത്ര കിട്ടും? -2. റെഡി? ആൻഡ് ലാസ്റ്റ് -4 മൈനസ് ഓഫ് -5, -4 മൈനസ് ഓഫ് -5, 5 - 4 ചെയ്താൽ എത്ര കിട്ടും മക്കളെ? k എന്ന് കിട്ടും. റെഡി? അപ്പോ എ ബി ബി സി എ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ചെയ്താൽ മതി. പ്രൂവ് ദാറ്റ് ട്രയാംഗിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? രണ്ട് സൈഡുകൾക്കിടയിലുള്ള ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഐഡിയ എന്താ? നമുക്ക് ഈ ട്രയാംഗിളിന്റെ എല്ലാ സൈഡ്സും നമുക്ക് വെക്റ്റർ രൂപത്തിൽ അറിയാം അല്ലെ? എ ബി ബി സി എ സി അറിയാം. റൈറ്റ് മക്കളെ, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെ നമ്മൾ കൺഫേം ചെയ്യണ്ടേ? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടണം? 0 അല്ലെ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എ ബി ഡോട്ട് ബി സി ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ബി സി ഡോട്ട് സി എ ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം. എ ബി ഡോട്ട് സി എ ചെയ്യുമ്പോൾ 0 കിട്ടുന്ന ചെക്ക്. ഏതെങ്കിലും ഒരു കേസിൽ എന്തായിരിക്കും? ആ വാല്യൂ എന്തായിരിക്കും? 0 ആയിട്ട് വരും കേട്ടോ. 0 ആണ് കിട്ടുന്നെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ രണ്ട് സൈഡുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാ. നമ്മളത് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ സോൾവ് ചെയ്യാത്തത്. റെഡി? സോൾവ് ചെയ്യണോ? എ ബി ഡോട്ട് ബി സി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ബി ഡോട്ട് ബി സി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ബി ഡോട്ട് ബി സി -1 × -1 + 1, -3 × 2 എത്ര ചെയ്യുമ്പോൾ കിട്ടും? 6, 5 × -6 ചെയ്യുമ്പോൾ -30. ഇത് എന്തായാലും 0 അല്ല അല്ലേ? യെസ്, എ ബി ഡോട്ട് ബി സി കഴിഞ്ഞു. ഇനി ബി സി ഡോട്ട് സി എ ചെയ്തേ. ബി സി ഡോട്ട് സി എ, ബി സി ഡോട്ട് സി എ എന്താ കിട്ടുക? -1 × 2 -2, -2 × -1 എന്താ? -2 × -1 + 2, -6 × 1 -6 അതല്ലല്ലോ? യെസ്. അടുത്തത് എ ബി സി എ ചെയ്തു, എ ബി ബി സി ചെയ്തു, ബി സി എ ബി സി ചെയ്യാം. എ ബി ഡോട്ട് സി എ ചെയ്യാം കേട്ടോ. ഇവിടെ -1 × 2 -2, 3 × -1 -3, 5 × 1 +5, -2 -3 -5 +5 ചെയ്താൽ 0. അതെപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ സാധനം ശരിയാവുള്ളൂ. റെഡി? യെസ്, എ ബി ഡോട്ട് സി എ ചെയ്യുമ്പോൾ 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? എ ബിയും സി എയും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ട്രയാംഗിൾ എന്ത് കിട്ടി? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. റെഡി? യെസ്. പ്രശ്നമുണ്ടോ? വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി കണ്ടുപിടിക്കുക, കമ്പോണൻസ് ഇൻറ്റു ചെയ്യുക, ആഡ് ചെയ്യുക. എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? എ ക്രോസ് ബി ഡിറ്റർമിനന്റ് വരച്ച് ചെയ്യുക കേട്ടോ. എല്ലാ സംഗതികൾ ഇവിടെ തന്നെ ഉണ്ട്, അപ്ലൈ ചെയ്യുക. ആൻസർ കണ്ടുപിടിച്ചാൽ 2 മാർക്ക് കേട്ടോ. യെസ്. With the help of suitable figure for any 3 vectors a, b, c, show that a plus b plus c is equal to a plus b plus c. ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ ഞാൻ 3 വെക്ടേഴ്സ് എടുത്തേ. വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും വരക്കുകയാണെ. നോക്കിക്കോ, ഇത് വെക്ടർ എ, വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ സി. റെഡി? ഈ വെക്ടറിനെ ഞാൻ എടുത്തു, ഇത് ആർ നിർത്തും, ആർ. റെഡി? എ ബി സി. ശ്രദ്ധിക്കാം മക്കളേതാ, ഇതിങ്ങനെ ജോയിൻ ചെയ്താലേ ഈ വെക്ടറിനെ നമ്മൾ എങ്ങനെ പേര് കൊടുക്കുക? സി, ഈ വെക്ടർ എന്റെ ഹെഡും വെക്ടർ ബിന്റെ ടെയിലും കോയിൻസൈഡ് ചെയ്യല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ മക്കളെ നമുക്ക് ഇയാളെ കിട്ടുമല്ലോ. ഇയാൾ എന്താ വിളിക്കുക? നമ്മൾ എ പ്ലസ് ബി എന്നാ വിളിക്കുക. അയാൾ എന്താ വിളിക്കുക? എ പ്ലസ് ബി. റെഡി? ശ്രദ്ധിക്കുക, ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിലേ, ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിലേ, ശ്രദ്ധിച്ചേ, അവിടെ നമുക്ക് പരിപാടി എടുക്കാമല്ലോ. ഏതിൻ്റെയും രണ്ടിൻ്റെയും ഹെഡും ടെയിലും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ബിന്റെ ഹെഡ് സിന്റെ ടെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ബിയും സിയും കൂട്ടിയാൽ മക്കളെ ഈ വെക്ടർ എന്താ വരിക? ബി പ്ലസ്. റെഡിയാണോ? ബി പ്ലസ്. റെഡി? യെസ്. ആ നീലയിൽ വരച്ചത് ബി പ്ലസ് സി, ഇതാ ചുവപ്പ് ഡയഗണലിൽ വരച്ചത് എ പ്ലസ് ബി. ഇനി ശ്രദ്ധിക്കട്ടോ, ഈ ട്രയാങ്കിൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിവിടെ വരക്കാം. യെസ്, വെക്ടർ എ വരുന്നുണ്ട്. റെഡി? വെക്ടർ ബി പ്ലസ് സി വരുന്നുണ്ട്. താഴെ വെക്ടർ ആർ വരുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇങ്ങനെ. യെസ്, കാണുന്നില്ലേ? വെക്ടർ എന്റെ ഡയറക്ഷൻ എന്താ? ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ബി പ്ലസ് സി താഴേക്കാണ് പോകുന്നത്. ആറ് ഹൊറിസോണ്ടലി അല്ലെ? എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ നോക്കിയ മക്കളെ,
വെക്ടർ എന്റെ ഹെഡ് വെക്ടർ ബി പ്ലസ് സിന്റെ ടെയിലുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടണം? ആറിനെ കിട്ടണം അല്ലെ. ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ബ്രാക്കറ്റിലാരാ ബി പ്ലസ്. റെഡിയാണോ? ഓക്കെ ആണോ? ഇതുപോലെ വേറൊരു ട്രയാങ്കിൾ കൂടി എടുക്കാം. ഞാൻ ചെറുതാക്കി വരക്കണ്ടേ ഇവിടെ. ഈ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളേ നോക്കടാ, ഈ വെക്ടർ ഇതാരാ? എ പ്ലസ് ബി. ഇത് എ പ്ലസ് ബി. അടിഭാഗത്തെ വെക്ടർ വെക്ടർ ആറ്. ഓക്കെ. ദെൻ ഈ മൂന്നാമത്തെ സൈഡ് ആരാ? വെക്ടർ സി. ആ ഫിഗർ കാണുന്നുണ്ടോ? ഈ ഫിഗർ. യെസ്, ഇത് ഈ ട്രയാങ്കിൾ. റെഡി? എ പ്ലസ് ബി എങ്ങോട്ടാ? മുകളിലേക്കാണ്. സി എങ്ങോട്ടാ? താഴിലേക്കാണ് അല്ലെ. ഇവിടെ നോക്കിയേ, എ പ്ലസ് ബിന്റെ ഹെഡ് സിന്റെ ടെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു അല്ലെ. ഇത് രണ്ടും കൂട്ടിയ മക്കൾ ആരെ കിട്ടണം? ആറ് കിട്ടണ്ടേ? നോക്കൂ, എ പ്ലസ് ബി എ സിയുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ആരെ കിട്ടണം? വെക്ടർ ആറിനെ കിട്ടണം. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ കേട്ടോ. അപ്പൊ ആറ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സിയുമാണ്, ആറ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സിയുമാണ്. രണ്ട് ഈക്വൽ അല്ലേ? രണ്ട് ഈക്വൽ ആണ്. അപ്പൊ അത് അങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, ടെക്സ്റ്റിലുണ്ട് കേട്ടോ. യെസ്, ശ്രദ്ധിക്കാം. പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതാണ്. കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ചെയ്യണം. യെസ്, ഇവിടെയും പാരലലോഗ്രാം ആണ്. ഈ സാധനം നോക്കിയേ, ഫൈൻഡ് ബി മൈനസ് എ, ഫൈൻഡ് യൂണിറ്റ് വെക്ടർ അലോങ് ബി മൈനസ് എ. ബി മൈനസ് എ കണ്ടുപിടിക്കാനും യൂണിറ്റ് വെക്ടർ അലോങ് ബി മൈനസ് എ കണ്ടുപിടിക്കാനൊന്നും പ്രശ്നമില്ല. പ്രൂവ് ദാറ്റ് ബി മൈനസ് എ ആൻഡ് ഡി മൈനസ് സി ആർ പാരലൽ വെക്ടേഴ്സ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ബി മൈനസ് എയും ഡി മൈനസ് സിയും പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബി മൈനസ് എ കണ്ടുപിടിക്കുന്നത്, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്താ കേട്ടോ. മക്കളെ എങ്ങനെ ബി മൈനസ് എ കണ്ടുപിടിക്കുക? വെക്ടർ ബിയിൽ നിന്ന് വെക്ടർ എനെ മൈനസ് ചെയ്യണം. വെക്ടർ ബി ആരാ? 2i plus 3j അല്ലേ? 2i plus 3j. 2i plus 3jയിൽ നിന്ന് ആരെ കുറയ്ക്കണം? വെക്ടർ എ ആയ a plus j plus k കുറയ്ക്കണം കേട്ടോ. എത്ര കിട്ടും? 2 minus 1 i, 3 minus 1 plus 2j, 0 minus k minus k. ഇതാണ് ബി മൈനസ് സി. റെഡി? ഇതുപോലെ ഡി മൈനസ് സി. എങ്ങനെ ഡി മൈനസ് സി കണ്ടുപിടിക്കുക? ഡി മൈനസ് സി, ഡി മൈനസ് ചെയ്യുക. ഡിയിൽ നിന്ന് സീനെ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കുക? ഡി തന്നിട്ടുണ്ട് മൈനസ് ജെ പ്ലസ് കെ ആണ്. സി തന്നിട്ടുണ്ട് 3i plus 5j minus 2k ആണ് അല്ലേ. എങ്ങനെ കുറയ്ക്കണ്ടേ? ഇവിടെ ഐ കമ്പോണന്റ് 0 0 minus 3 എത്ര കിട്ടും? -3i അല്ലേ. യെസ്. ഇവിടെ ജെ കമ്പോണന്റ് -1 ആണ്. -1 - 5 എത്ര കിട്ടൂടാ? -60. -1 - 5 -60. കെ കമ്പോണന്റ് 1 minus of -2, 1 minus of -2 എത്ര കിട്ടും? +3k. റെഡിയാണേ? അപ്പോ ബി മൈനസ് എ നമുക്ക് കിട്ടി. എത്ര? i plus 2j minus k എന്ന് കിട്ടി. റെഡി? ഡി മൈനസ് സി നമുക്ക് കിട്ടി. എത്ര? -3i minus 6j plus 3k. അപ്പൊ രണ്ട് വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അത് പാരലൽ ആണ് എന്ന് തെളിയിക്കുക? ഹൗ ക്യാൻ യു ചെക്ക് വെദർ ടു വെക്ടേഴ്സ് ആർ പാരലൽ? ഇതിന്റെ റേഷ്യോ എടുക്കുക. a1/a2, b1/b2, c1/c2. ഈ റേഷ്യോ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് കോഎഫിഷ്യന്റുകളുടെ റേഷ്യോ എന്തായിരിക്കണം മക്കളെ? സെയിം ആയിരിക്കണം. ചെക്ക് ചെയ്തടാ. ഐ കമ്പോണൻസിന്റെ കോഎഫിഷ്യന്റ് ആരൊക്കെ വരുന്നത്? മോൾ 1ഉം ഇവിടെ -3 അല്ലേ. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? 1/-3 അല്ലേ. ജെ കമ്പോണന്റ് റേഷ്യോ നോക്കൂ. മുകളിൽ 2ഉം താഴെ -6 അല്ലേ. കട്ട് ചെയ്യാൻ എന്താ കിട്ടുക? -1/3. റെഡി? കെ കമ്പോണൻസ് റേഷ്യോ എടുത്തേ -1/3. എല്ലാത്തിന്റെയും റേഷ്യോ -1/3 അല്ലേ. എല്ലാ കമ്പോണന്റുകളുടെ റേഷ്യോ -1/3 ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്? പാരലൽ ആണ്. റെഡി? യെസ്. ഫൈൻഡ് ലാംഡ ഫോർ വിച്ച് a lambda I minus j plus 5k, b 3i plus 4j minus k are orthogonal. ഇവിടെ ഈ ഓർത്തോഗണൽ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. ഓർത്തോഗണൽ എന്നുള്ള പേര് ശ്രദ്ധിക്കുക. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാലേ പെർപെൻഡിക്കുലർ. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ കേട്ടോ. അപ്പോ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. എന്ത് കണ്ടുപിടിക്കണം? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എളുപ്പം കണ്ടുപിടിച്ചൂടെ? ഇവിടെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ ആൻസർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ലാംഡ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. നമ്മൾ ചെയ്താട്ടോ. യെസ്. PQRS are points with position vectors തന്നിട്ടുണ്ട്. ഫൈൻഡ് വെക്ടേഴ്സ് PQ, PR, PS. പൊസിഷൻ വെക്ടർ തന്നാൽ പിയും ക്യൂവും ആറും എസ് ഒക്കെ കണ്ടുപിടിക്കണം അറിയാലോ. IJK കമ്പോണൻസ് IJK മാറ്റാം കേട്ടോ. ഇപ്പൊ P ആണെങ്കിൽ 2 4 6, Q ആണെങ്കിൽ 3 5 4, R ആണെങ്കിൽ 1 2 3, S ആണെങ്കിൽ 5 8 5.
കോർഡിനേറ്റ്സ് കിട്ടുകയാണെങ്കിൽ പി ക്യൂം പി ആറും ആർ എസും കണ്ടുപിടിക്കാം. യെസ്, ഓർത്തോഗണൽ പ്രശ്നമില്ലല്ലോ. പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ ഷോ ദാറ്റ് എ പ്ലസ് ബി മോഡുലസ് ആണ്. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. മാറ്റി എഴുതേണ്ട വിധം അറിയില്ലേ? എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി. ഇയാൾ എങ്ങനെ മാറ്റി ചെയ്താ? എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എ ഡോട്ട് ബി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. യെസ്, ഇത് ക്ലിയർ ആണോ? നേരത്തെ എടുത്ത അതേ കൺസെപ്റ്റ് അല്ല, ഇവിടെ മോഡുലസ് ഓഫ് എ ക്രോസ് ബി അല്ലേ? യെസ് യെസ്, ശ്രദ്ധിക്കാം. മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കാം, നമുക്ക് മോഡ് എയും മോഡ് ബിയും തന്നിട്ടുണ്ട്, എ ഡോട്ട് ബിയും തന്നിട്ടുണ്ട് അല്ലേ? മോഡുലസ് ഓഫ് എ ക്രോസ് ബി പറഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ അല്ലേ? മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. എടാ, മോഡ് എ ഗിവണ 10, മോഡ് ബി ഗിവണ 2 അല്ലേ? നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ മാത്രം കിട്ടിയാൽ മതി. സൈൻ തീറ്റ കണ്ടുപിടിക്കാനാണ് ആര് തന്നിട്ടുള്ളത്? എ ഡോട്ട് ബി തന്നിട്ടുള്ളത്. മക്കളെ, എ ഡോട്ട് ബിയുടെ ഇക്വേഷൻ എന്താ? മോഡ് എ മോഡ് ബി കോസ് തീറ്റ. മോഡ് എ മോഡ് ബി കോസ് തീറ്റ അല്ലേ? അപ്പോ എ ഡോട്ട് ബിയുടെ വാല്യൂ അറിയാം 12, എയുടെ വാല്യൂ അറിയാത്ര 10, ബിയുടെ വാല്യൂ അറിയാത്ത 2. കോസ് തീറ്റ കണ്ടുപിടിക്കാലോ. എത്രയാ? 12/20. ഇതാണ് കോസ് തീറ്റ. റെഡി? 12/20 കട്ട് ചെയ്യാലോ. 2 വെച്ച് കട്ട് ചെയ്താൽ 6/10. ഇനിയും കട്ട് ചെയ്യാം, 3/5 അല്ലേ? കോസ് തീറ്റ 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 അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3/5 കേട്ടോ. ഇത് 3 ഇത് 5 ആണ്. ഇവിടെ എത്ര വരിക? ഇത് 4 കേട്ടോ. സൈൻ തീറ്റ എത്രയാ? സൈൻ തീറ്റ 4/5. റെഡി? കൊടുക്കുക, പുട്ട് ചെയ്യുക, ആൻസർ. റെഡി, സെറ്റ്. സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ തീറ്റ സെയിം സാധനം. നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം മക്കളെ? കോസ് തീറ്റ കണ്ടുപിടിക്കണം കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കാം? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി ചെയ്തിട്ട് ആരെ കിട്ടും? നിങ്ങൾക്ക് കോസ് തീറ്റ കിട്ടും. കോസ് തീറ്റ കിട്ടിയാൽ സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിൾ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ എന്ത് വരും? √1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. റെഡി? എളുപ്പമാണേ? യെസ്. P which is perpendicular to both A and B. P വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള P വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? A ക്രോസ് ബി ചെയ്യാം. A ക്രോസ് ബി ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ഒരുപാട് കഥകൾ പറഞ്ഞ കേട്ടോ. യെസ്, ശ്രദ്ധിക്കുക. A, B, C are 3 vectors such that mod A 5, mod B 12, mod C 13. A plus B plus C equal to 0. Find the value of A dot B plus B dot C plus C dot A. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. A plus B plus C യുടെ മോഡുലസ് ഹോൾ സ്ക്വയർ എങ്ങനെ മാറ്റിയതാം? A plus B plus C dot A plus B plus C എന്ന് മാറ്റിയതാം. റെഡി? A plus B plus C യുടെ വാല്യൂ തന്നിട്ടുണ്ട് 0 കേട്ടോ. നമ്മളൊരു കെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഓർമ്മയുണ്ടോ? -3/2 ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ടോ? സെയിം കൺസെപ്റ്റ് കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മോഡ് എ ഹോൾ സ്ക്വയർ വരും, മോഡ് ബി ഹോൾ സ്ക്വയർ വരും, മോഡ് സി ഹോൾ സ്ക്വയർ വരും, +2 ഇൻറ്റു എ ഡോട്ട് ബി ബി ഡോട്ട് സി എ ഡോട്ട് സി. ഇതിൻ്റെ ഒക്കെ വാല്യൂ തന്നിട്ടുണ്ട്. ഇയാളുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. റെഡി? 0 ഈസ് ഈക്വൽ ടു മോഡ് എ തന്നിട്ടില്ലേ? മോഡ് എ 5 25, മോഡ് ബി 12 സ്ക്വയർ ചെയ്ത 144, മോഡ് സി 13 169, -2 ടൈംസ് എ ഡോട്ട് ബി ഉണ്ടാവും, ബി ഡോട്ട് സി ഉണ്ടാവും, സി ഡോട്ട് എ ഉണ്ടാവും. അതിന് എക്സ് എന്ന് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. റെഡി? ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം മക്കളെ? ശ്രദ്ധിച്ചേ. ജെ ക്രോസ് കെ. എടാ, ജെ ക്രോസ് കെ ചെയ്താലേ ജെക്കും കെക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ ആയിട്ടാ. ജെക്കും കെക്കും പെർപെൻഡിക്കുലർ വെക്ടർ ആരാ? ഐ ക്രോസ് കെ ചെയ്താലോ? ചെയ്താൽ ഐക്കും ജെക്കും പെർപെൻഡിക്കുലർ, ഐക്കും കെക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ കേട്ടോ. ഓക്കെ, ഐ ഡോട്ട് ഐയുടെ വാല്യൂ അറിയാം, ജെ ഡോട്ട് ജെയുടെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഐ ഡോട്ട് ഐ എങ്ങനെ ചെയ്യാം? മോഡ് ഐ സ്ക്വയർ കോസ് 0 അല്ലേ? 1 വരും. റെഡി? ഇവിടെയോ ഐ ക്രോസ് കെ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ചെയ്യുന്നില്ല. സൈക്കിൾ ഓർമ്മയുണ്ടോ? ഐ ജെക്ക് ഐയും ജെയും ക്രോസ് ചെയ്താൽ കെ കിട്ടും, കെയും ഐയും ക്രോസ് ചെയ്താൽ ജെ കിട്ടും. തിരിച്ചാണ് പോകുന്നെങ്കിലോ റിവേഴ്സ് ഓർഡർ കേട്ടോ. ഓക്കെ, ഇവിടെ find if A and B are 2 unit vectors, theta is the angle between them. Show that sin theta by 2 1/2 modulus of A minus B. ഇതാണ് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ഐഡിയ പറഞ്ഞുതരാം, ചെയ്യണം. മോഡുലസ് ഓഫ് എ മൈനസ് ബിനെ എങ്ങനെ മാറ്റിയത്? നമുക്ക് മോഡുലസ് ഓഫ് എ മൈനസ് ബിനെ മാറ്റിയിരുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ മാറ്റിയതാ? എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി. റെഡി? ഇത് സോൾവ് ചെയ്യുമ്പോഴേ മോഡ് എ അല്ലേ? മോഡ് എ ഹോൾ സ്ക്വയർ വരും,
മോഡ് എ ഹോൾ സ്ക്വയർ മൈനസ് ബി ഡോട്ട് എ, ഞാൻ അത് മൊത്തം എക്സ്പാൻഡ് ചെയ്യാം, എ ഡോട്ട് എ വരും മൈനസ് എ ഡോട്ട് ബി വരും മൈനസ് ബി ഡോട്ട് എ വരും പ്ലസ് ബി ഡോട്ട് ബി വരും. റെഡി? മോഡ് എ ഹോൾ സ്ക്വയർ ബി ഡോട്ട് ബി എന്താ? മോഡ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2 ടൈംസ് എ ഡോട്ട് ബി അല്ലേ? മോഡ് എ മോഡ് ബി ഒക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, അവിടെ 1 ഒക്കെ കൊടുക്കാം. 2 ടൈംസ് എ ഡോട്ട് ബി, ഇത് മക്കളെ മോഡ് എ മോഡ് ബി ആര് വരുവാ? കോസ് തീറ്റ. റെഡി? മോഡ് എ മോഡ് ബി കോസ് തീറ്റ. മോഡ് എ മോഡ് ബി ഒക്കെ അറിയാലോ, യൂണിറ്റ് വെക്ടേഴ്സാ അല്ലേ? അതൊക്കെ കൊടുക്കുമ്പോൾ മക്കളെ മോഡ് എ മൈനസ് ബി നമുക്ക് ആരെ ടേംസിൽ കിട്ടും? കോസ് തീറ്റ ടേംസിൽ കിട്ടും കേട്ടാ. കോസ് തീറ്റ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സൈൻ തീറ്റയിൽ കൺവേർട്ട് ചെയ്യാം കേട്ടാ. പരിപാടി കഴിഞ്ഞു. എങ്ങനെ സൈൻ തീറ്റയിൽ കൺവേർട്ട് ചെയ്യാം? എങ്ങനെ സൈൻ തീറ്റ കൺവേർട്ട് ചെയ്യുക? സൈൻ തീറ്റ ബൈ 2 അല്ലേ? കോസ് തീറ്റ എങ്ങനെ നമ്മൾ സൈൻ തീറ്റ ബൈ 2ലേക്ക് കൺവേർട്ട് ചെയ്യുക? യെസ്, ശ്രദ്ധിച്ചേ. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലേ? 2 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1. കോസ് തീറ്റ എന്ത് വരും മക്കളെ? അപ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് 1. റെഡി? ഞാനിവിടെ വൃത്തിക്ക് എഴുതാം. cos 2 തീറ്റ is equal to 1 minus 2 sin square തീറ്റ. മാറിപ്പോയി അല്ലേ? 2 cos square തീറ്റ അല്ലേ? 2. അപ്പൊ cos തീറ്റ എങ്ങനെ മാറ്റിയത് മക്കളെ? 1 minus 2 sin square തീറ്റ ബൈ 2 കേട്ടോ. ഓക്കെ, sin square തീറ്റ ബൈ 2 എങ്ങനെ ചെയ്യണ്ടേ? cos തീറ്റ മൈനസ് 1 ബൈ 2 ആ റിലേഷൻ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യണം, കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കണം. റെഡി? യെസ്. ഇവിടെ 3 വെക്ടേഴ്സ് എ ബി സി, 3 vectors A, B, C satisfies the condition A plus B plus C equal to 0. Evaluate the quantity mu is equal to എന്താ കണ്ടുപിടിക്കണ്ടേ? A dot B plus B dot C plus C dot A. ഈ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താ? മോഡ് എ തന്നിട്ടുണ്ട്, മോഡ് എ 3 ആണ്. മോഡ് ബി തന്നിട്ടുണ്ട് 4 ആണ്. മോഡ് സി 2 ആണ് കേട്ടോ. മോഡ് സി എത്രയാണ്? 2 ആണ്. റെഡി? സെയിം പരിപാടി. എ പ്ലസ് ബി പ്ലസ് സിയുടെ മോഡുലസ് ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി എന്ന് മാറ്റി എഴുതാം. ഇതിനങ്ങ് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. എക്സ്പാൻഡ് ചെയ്യുന്ന വിധം അറിയില്ലേ? മോഡ് എ ഹോൾ സ്ക്വയർ ഉണ്ടാവും, മോഡ് ബി ഹോൾ സ്ക്വയർ ഉണ്ടാവും, മോഡ് സി ഹോൾ സ്ക്വയർ ഉണ്ടാവും, പ്ലസ് 2 ടൈംസ് എ ബി ബി സി എ സി. എല്ലാ സാധനം ഉണ്ട്. മോഡ് എ ഉണ്ട്, മോഡ് ബി ഉണ്ട്, മോഡ് സി ഉണ്ട്. ഇയാളെയാണ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. എ ഡോട്ട് ബി മ്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. സോൾവ് ചെയ്യാം കേട്ടോ. റെഡി? യെസ്. ഇതും സെയിം ഐഡിയ. മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സിന്റെ ഹോൾ സ്ക്വയർ എടുത്താൽ എങ്ങനെ മാറ്റിയതിന്റെ? എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് എ പ്ലസ് ബി പ്ലസ് സി എന്ന് മാറ്റിയത്. റെഡി? സെയിം സാധനം നമ്മൾ നേരത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തില്ലേ? എന്താ? മോഡ് എ ഹോൾ സ്ക്വയർ, മോഡ് ബി ഹോൾ സ്ക്വയർ, മോഡ് സി ഹോൾ സ്ക്വയർ, അത് വെച്ച് തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. റെഡി? അത് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈച്ച് ഓഫ് ദം ബീം പെർപെൻഡിക്കുലർ സം ഓഫ് അതർ ടു അല്ലേ? പെർപെൻഡിക്കുലർ വെക്ടേഴ്സാ. പെർപെൻഡിക്കുലർ വെക്ടർ ആണെങ്കിൽ ആ എ ഡോട്ട് ബി ബി ഡോട്ട് സി സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്തിലേക്ക് കൊടുക്കണം? 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതും ചെയ്താൽ കിട്ടേണ്ടതാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ പറയാ, കമന്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. റെഡി? അപ്പൊ അത്രയാണ് നിങ്ങൾക്ക് വെക്ടർ ആൾജിബ്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റിലേക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായിട്ട് വിട്ടിട്ടുണ്ട്. ഐഡിയ മാത്രമേ തന്നിട്ടുള്ളൂ. ഐഡിയ വർക്കൗട്ട് ചെയ്യണം, ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത്രയെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെക്ടർ ആൾജിബ്രയും എൻകൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ചാപ്റ്റർ ആയിട്ട് കാണാം.